Good morning, everybody. നമ്മൾ അടുത്ത എൻട്രൻസ് ക്ലാസ്സിലേക്ക് കടക്കുന്നു. In this class we are dealing with the chapter Electrostatics. നമ്മളെ +2 സാധനമാണ്. നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന പാഠങ്ങളാണ്. രണ്ട് പാഠങ്ങൾ. ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ചാർജസ് ആൻഡ് ഫീൽഡും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസും. So what is a charge? അതൊക്കെ അറിയാം. It is a fundamental physical quantity which produces electrical and other related effects in matter. മാറ്ററിനകത്ത് ഇലക്ട്രിക്കലും അതേപോലുള്ള റിലേറ്റഡ് എഫക്ട്സും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ചാർജ്. SI യൂണിറ്റ് ഓഫ് ചാർജ് ഈസ് കൂളമാണ്, ആണോ? ആൻഡ് CGS യൂണിറ്റ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റ് ഓഫ് ചാർജ്, ESU എന്ന് പറയും, ആണോ? ഒരു കൂളോ എന്ന് പറഞ്ഞാൽ 3 × 10⁹ ESU ആണ്, ആണോ? അഥവാ മറ്റൊരു പേര് സ്റ്റാറ്റ് കൂളോ എന്ന് പറയും. ദെൻ മറ്റൊരു യൂണിറ്റും കൂടെ ഇലക്ട്രോ മാഗ്നറ്റിക് യൂണിറ്റ് ഓഫ് ചാർജ്. ഒരു EMU എന്ന് പറഞ്ഞാൽ 3 × 10⁻10 ESU ആണ്, അഥവാ 10 കൂളമാണ്, ആണോ? ദെൻ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റിന്റെ മറ്റൊരു പേരും കൂടെ ഉണ്ട്, മാക്സ്വെൽ. ഇമ്പോർട്ടന്റ് അല്ലേ? മറ്റൊരു യൂണിറ്റ് ആണ് മാക്സ്വെൽ എന്ന് പറയും. CGS യൂണിറ്റ് ഓഫ് ചാർജ് മാക്സ്വെൽ ആണ്, ഓർത്തിരിക്കുക. സ്റ്റാറ്റ് കൂളം അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റ് ഓഫ് ചാർജ് അല്ലെങ്കിൽ എന്ത് പറയും? മാക്സ്വെൽ പറയും. Then what are the methods of charging? എന്തൊക്കെയാ മക്കളെ മെത്തേഡ്സുകൾ അല്ലേ? ഏതൊക്കെയാ? ഒന്ന്, കണ്ടക്ഷൻ ഇലക്ട്രിഫിക്കേഷൻ ബൈ ടച്ചിങ്, ആണോ? രണ്ട്, ഫ്രിക്ഷണൽ ഇലക്ട്രിഫിക്കേഷൻ. എന്താണ് ഫ്രിക്ഷണൽ ഇലക്ട്രിഫിക്കേഷൻ? ബൈ റബ്ബിംഗ് ടു സൂട്ടബിൾ ബോഡീസ് അണ്ടർ സൂട്ടബിൾ കണ്ടീഷൻസ്. മൂന്ന്, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. സോ കണ്ടക്ഷൻ ഇലക്ട്രിഫിക്കേഷൻ ഉണ്ട്, ഫ്രിക്ഷണൽ ഇലക്ട്രിഫിക്കേഷൻ ഉണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ ഉണ്ട്. അങ്ങനെ എന്തോ കണ്ടക്ഷൻ ഇലക്ട്രിഫിക്കേഷൻ അറിയാം, ടച്ചിങ്, ഫ്രിക്ഷൻ ബൈ റബ്ബിങ്, ദെൻ മെത്തേഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. ദെൻ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ്? എല്ലാ പ്രോപ്പർട്ടി ഒന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല, എല്ലാം നിങ്ങൾക്ക് അറിയാം. അതിൽ ഇമ്പോർട്ടന്റ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ആണ്, അല്ലേ? എന്താണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് പറയുന്നത്? ചാർജസ് ഡിസ്ക്രീറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ, എങ്ങനല്ല? കണ്ടിന്യൂസ് അല്ല. ദ ടോട്ടൽ ചാർജ് Q is equal to ±NE ആണ്. ഇതിന് നമ്മൾ പറഞ്ഞ പേരാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയും. സോ ഒന്ന്, കണ്ടക്ഷൻ ഇലക്ട്രിഫിക്കേഷൻ ഉണ്ട്, രണ്ട്, ഫ്രിക്ഷണൽ ഇലക്ട്രിഫിക്കേഷൻ ഉണ്ട്, മൂന്ന്, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ ഉണ്ട്. പ്രോപ്പർട്ടി, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ആണ്. Q is equal to ±NE. വേറെ E is equal to എത്ര? 1.6 × 10⁻⁻19 കൂളം, ആണോ? E is equal to അല്ലേ 1.6 × എന്താണ്? 10⁻⁻19 കൂളമാണ്. ദെൻ അടുത്തത് എന്താണ്? ഇലക്ട്രോസ്കോപ്പ്. എന്താ മക്കളെ ഇലക്ട്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ആൻഡ് നേച്ചർ ഓഫ് ചാർജ് ഓൺ എ ബോഡി. ഒരു ബോഡിക്കകത്ത് ചാർജ് ഉണ്ടോ എന്ന് അറിയാനും അത് ഏത് തരത്തിലുള്ള ചാർജ് ആണെന്ന് അറിയാനും നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണെന്ന് പറയും ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയും, അല്ലേ? രണ്ട് ടൈപ്പ് ഓഫ് ഇലക്ട്രോസ്കോപ്പ് ഉണ്ട്. ഏതൊക്കെയാ? ഒന്ന്, ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് ആണ്. രണ്ട്, പിത്ത് ബോൾ ഇലക്ട്രോസ്കോപ്പുമാണ്. രണ്ട് ടൈപ്പ് ഓഫ് ഇലക്ട്രോസ്കോപ്പ് ഉണ്ട്. ഏതൊക്കെയാ? ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പും ഉണ്ട്, പിത്ത് ബോൾ ഇലക്ട്രോസ്കോപ്പും ഉണ്ട്. എന്നാൽ എന്ത് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ആൻഡ് നേച്ചർ ഓഫ് ചാർജ് ഓൺ എ ബോഡി. രണ്ട് ടൈപ്പ് ഓഫ് ഇലക്ട്രോസ്കോപ്പ് ഉണ്ട്. ഏതൊക്കെയാ? ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പും ഉണ്ട്, പിത്ത് ബോൾ ഇലക്ട്രോസ്കോപ്പും ഉണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? എർത്തിങ് ഓർ ഗ്രൗണ്ടിങ്, അല്ലേ? ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് എക്സസ് ചാർജ് ഫ്രം എ ചാർജ്ഡ് ബോഡി ടു ദ എർത്ത്. ഒരു ബോഡിക്കകത്ത് എക്സസ് ചാർജ് ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുന്നു? എർത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് എർത്തിങ് അഥവാ ഗ്രൗണ്ടിങ് എന്ന് പറയും. എന്തെന്ന് പറയും? എർത്തിങ് അഥവാ ഗ്രൗണ്ടിങ്. ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് എക്സസ് ചാർജ് ഫ്രം ചാർജ്ഡ് ബോഡി ടു ദ എർത്ത്, അല്ലേ? ഒരു ചാർജ് ബോഡി എന്ത് ചെയ്യുന്നു? എർത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എക്സസ് ചാർജിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എർത്തിങ് അഥവാ ഗ്രൗണ്ടിങ് എന്ന് പറയും. ദെൻ ഇന്ന് നമ്മൾ പഠിക്കുന്നു എന്താണ്? കൂളംസ് ലോ. എന്താ മക്കളെ കൂളംസ് ലോ പറയുന്നത്?
അക്കോർഡിംഗ് ടു കൂളംസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മൾ രണ്ട് ചാർജസ് എടുക്കുന്നു, Q1 ഉം Q2, സെപ്പറേറ്റ് ബൈ എ ഡിസ്റ്റൻസ് എന്താണ്, R ആണ്. സോ അക്കോർഡിംഗ് ടു ദിസ് കൂളംസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ 2 point charges at rest is directly proportional to product of the charges and inversely proportional to square of the distance between them. ഇതാണ് കൂളംസ് ലോ പറഞ്ഞത്. കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് എഴുതാം, F പ്രൊപ്പോർഷണൽ ടു Q1 Q2 ബൈ എന്ത് വരും, R സ്ക്വയർ. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ നമ്മളൊരു കോൺസ്റ്റന്റ് K ഇൻറ്റു Q1 Q2 ബൈ എന്ത് വരും, R സ്ക്വയർ ആണോ. ഇനി വാല്യൂ ഓഫ് K ഡിപ്പെൻസ് ഓൺ, കെയുടെ വാല്യൂ രണ്ട് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യും. നേച്ചർ ഓഫ് ദ മീഡിയത്തിന് ഡിപ്പെൻഡ് ചെയ്യും, യൂണിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യും ആണോ. ഇനി ഇൻ ഫ്രീ സ്പേസ് ഓർ വാക്വം ആൻഡ് ഇൻ SI സിസ്റ്റം, ഫ്രീ സ്പേസ് ഓർ വാക്വത്തിലും SI സിസ്റ്റത്തിലുമാണെങ്കിൽ നമ്മൾ K ഈസ് ഈക്വൽ ടു 1/4 epsilon 0 എന്ന് എഴുതും. അങ്ങനെ ആകുമ്പോൾ F ഈസ് ഈക്വൽ ഫോർമുല എന്ത് വരും, 1/4 epsilon 0 Q1 Q2 by R square, where what is epsilon 0? എന്താണ് epsilon 0 എന്ന് പറയുന്നത്, epsilon 0 വാല്യൂ, epsilon 0 is equal to 8.854 into 10⁻⁻12 ആണോ, കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ is a constant called permittivity of free space. എന്തോ പറയും, പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് പറയും. ഇനി ഇഫ് ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ എ മീഡിയം ഓഫ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആർ അല്ലെങ്കിൽ ക്യാപിറ്റൽ കെ, ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയും. എഫ് മീഡിയം ഈസ് ഈക്വൽ ടു ഫോർമുല എന്ത് വരും, 1/4 epsilon 0 epsilon r Q1 Q2 by R square. മനസ്സിലായി, 1/4 epsilon 0 epsilon r Q1 Q2 by എന്തോ വരും, R സ്ക്വയർ വരും ആണോ. ഈ ഏറ്റവും കൂടുതൽ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ആർക്കാന്നറിയോ, മെറ്റൽസിനാണ്. മെറ്റൽസിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഇൻഫിനിറ്റി ആണ്. മെറ്റൽസിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്താണ്, ഇൻഫിനിറ്റി ആണ് ആണോ. പിന്നെ വാട്ടറിന്റെ ആണെങ്കിൽ 80 ആണ്. ഓർത്തിരിക്കുക, ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് വാട്ടർ ഈസ് എന്താണ്, 80. ഓൾസോ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ 1/4 epsilon 0 ഒരു വാല്യൂ ഉണ്ട്. എത്ര ആയിരുന്നു, 1/4 epsilon 0 is equal to 9 into 10⁻9 എന്ത് വരും, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ ആണ്. 1/4 epsilon 0 is equal എന്ത് വരും, 9 into 10⁻9 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ എന്താണ്, കൂളം സ്ക്വയർ ആണ് ആണോ. Then നോക്കേ, F air is equal to 1/4 epsilon 0 Q1 Q2 by R square. F medium is equal to എന്ത് വരും മക്കളെ, 1/4 epsilon 0 epsilon r Q1 Q2 by എന്ത് വരും, R square. So what is F air by F medium എന്ത് വരും അല്ലേ, ഡിവൈഡ് ചെയ്യുക, എന്ത് വരും, 1/1 epsilon r എന്ന് വരും. ദാറ്റ് ഈസ് epsilon r is equal to F air by F medium വരും. epsilon r is equal to ഫോർമുല എന്താണ്, F air by എന്താണ്, F medium. ഇനി ഇൻ എയർ ആൻഡ് ഓൾസോ ഇൻ CGS സിസ്റ്റത്തിലാണെങ്കിൽ എക്സാം ചോദിച്ചിട്ടുള്ള കൂളംസ് ലോ നമ്മൾ ഇങ്ങനെ എഴുതാം, F is equal to Q1 Q2 by R square. മനസ്സിലായോ, അവിടെ നമ്മൾ സ്മോൾ k is equal to 1/K എന്ന് എടുക്കും. വേറെ ക്യാപിറ്റൽ K ഞാൻ നേരത്തെ പറഞ്ഞു എന്തുവാ, ഡയലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലേ. എയറിന്റെ കേട വാല്യൂ എത്രയാണെന്നറിയോ, 1 ആണ്. അങ്ങനെ ആകുമ്പോൾ F is equal എന്ത് വരും, Q1. അന്നേരം F is equal 1/4 epsilon 0 Q1 Q2 by R square എന്ന് പറയുന്നത് എവിടാ, എയറും എയറിലാണ്.
അല്ലേ? ആൻഡ് SI സിസ്റ്റത്തിലാണ്. തിരിച്ച് CGS സിസ്റ്റത്തിലാണെങ്കിൽ F ഈക്വൽ എന്ത് വരും? Q1 Q2 ബൈ എന്ത് വരും? R² ആണ്. Then principle of superposition. എന്താ മക്കളെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ പറയുന്നത്? അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ അല്ലേ, when a number of charges are interacting, കുറെ ചാർജസ് ഇന്ററാക്ട് ചെയ്യുവാണെങ്കിൽ then the net force on a particular charge will be the vector sum of the forces due to the individual charges. പഠിച്ചിട്ടുള്ളതാണ്. This is called principle of superposition എന്ന് പറയും. According to principle of superposition, when a number of charges are interacting, then the net force on a particular charge will be the vector sum of the forces due to the individual charges. This is called principle of എന്തെന്ന് പറയും? Superposition എന്ന് പറയും. Then അത് കഴിഞ്ഞിട്ട് എന്ത് പറയുന്നു? പറ, ആലോചിച്ചോക്കെ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചാർജിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു, കൂളംസ് ലോ പറഞ്ഞു. ദെൻ കൂളംസ് ലോ ബേസ് ന്യൂട്ടൺസ് തേർഡ് ലോ ആണ് അല്ലേ? പിന്നെ എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? ദിസ് റീജിയൻ സറൗണ്ടിങ് എ ചാർജ് വേർ ദിസ് ഇൻഫ്ലുവൻസ് ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ്. ഇലക്ട്രിക് ഫീൽഡ് റിയൽ ആണ് അല്ലേ? എവിടെ സ്റ്റാർട്ട് ചെയ്യും? പോസിറ്റീവിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നെഗറ്റീവിൽ അവസാനിക്കും. ഇതെല്ലാം അറിയാവുന്നതാണ്. ടാൻജന്റ് അറ്റ് എനി പോയിന്റ് ഗിവ്സ് ദി ഡയറക്ഷൻ ഓഫ് ദി ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. രണ്ട് ഫീൽഡ് ലൈൻസ് ഒരു കാരണവശാലും ഇന്റർസെക്ട് ചെയ്യത്തില്ല. ഇന്റർസെക്ട് ചെയ്യുവാണെങ്കിൽ ഒരു പോയിന്റ് ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ, അതൊരിക്കലും പോസിബിൾ അല്ല. നോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിൽ പാസ് ത്രൂ എ ഹോളോ മെറ്റാലിക് എൻക്ലോഷർ. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. ഒരു ഹോളോ മെറ്റാലിക് എൻക്ലോഷറിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകത്തില്ല. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ റേഡിയലി ഔട്ട്വേർഡ്സ് ആയിരിക്കും. ആണോ? നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ റേഡിയലി ഇൻവേർഡ്സും ആയിരിക്കും. Then അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. സോ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ്. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എത്ര ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു അതിന് പറയുന്ന പേരാണ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയും. ദാറ്റ് ഈസ് E ഈക്വൽ ഫോർമുല എന്തോ മക്കളെ? F/Q0. യൂണിറ്റ് എന്തൊക്കെയാ? ഒന്ന് ന്യൂട്ടൺ പെർ കൂളം, മറ്റൊരു യൂണിറ്റ് വോൾട്ട് പെർ മീറ്റർ. രണ്ടെണ്ണം, ഒന്ന് ന്യൂട്ടൺ പെർ കൂളവും മറ്റൊന്ന് വോൾട്ട് പെർ മീറ്ററും. ദെൻ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ആണോ? എന്താ മക്കളെ ഫോർമുല? E ഈക്വൽ ടു 1/4πε0 Q/R². തെറ്റിപ്പോരുത്. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് E ഈക്വൽ ടു ഫോർമുല 1/4πε0 Q/R². അടുത്തത് ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജ് ആണോ? എന്താ വരും? E ഈക്വൽ ടു 1/4πε0 സിഗ്മ I is equal to 1 to n QI/RI² ആണ്. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജ് E is equal to ഫോർമുല എന്തോരും? 1/4πε0 സിഗ്മ I is equal to 1 to n QI/RI² ആണ്. Then അടുത്തത് ഇലക്ട്രിക് ഡൈപോൾ ആണ്. എന്താണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയും. അല്ലേ? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് an electric dipole. The strength of the electric dipole is expressed in terms of electric dipole moment on. The strength of the electric dipole is expressed in terms of
ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആണ്. ഇറ്റ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് എന്തൊക്കെയാ, വൺ ഓഫ് ദ ചാർജ് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ചാർജസ്. It is numerically equal to product of എന്തൊക്കെയാ, one of the charge, that is P vector is equal to 2L vector into എന്ത് വരും, Q വരും. P vector is equal to എന്ത് വരും, 2L vector into എന്ത് വരും, Q വരും. ആണോ? That is, ഇനി ഇതിനകത്ത് രണ്ട് സാധനങ്ങൾ, അതിന്റെ യൂണിറ്റ് എന്ത് വരും, കൂളം മീറ്റർ ആണ്. ആണോ? ആക്സിയൽ ലൈനും ഉണ്ട്, ഇക്വറ്റോറിയൽ ലൈനും ഉണ്ട്. ആണോ? ഈ ആക്സിയൽ ഈസിക്കൽ ഫോമിൽ എന്ത് വരും, ഈ ആക്സിയൽ ഈസ് ഈക്വൽ ടു ഈ ആക്സിയൽ ഈസ് ഈക്വൽ ടു 1/4πε0 2p/r³ ആണ്. ഈ ഇക്വറ്റോറിയൽ ഈസ് ഈക്വൽ ടു ഫോർമുല 1/4πε0 ഈ ഇക്വറ്റോറിയൽ ഈസ് ഈക്വൽ ടു ഫോർമുല 1/4πε0 p/r³ ആണ്. ആണോ? ദെൻ ഇത്ര നമുക്ക് അറിയാവുന്നതാണ്, നമുക്ക് പഠിക്കാനുള്ള. അറ്റ് എനി പോയിന്റ് ആണെങ്കിൽ ഇമ്പോർട്ടൻറ്റ്, ഇത് പഠിക്കാത്തൊരു ഇക്വേഷനാണ്. അറ്റ് എനി പോയിന്റ് ആണെങ്കിൽ E is equal to formula p/4πε0 r³ into root of 3 cos square theta plus 1 ആണ്. മനസ്സിലായി? ഇമ്പോർട്ടന്റ്. p/4πε0 r³ into root of 3 cos square theta plus എന്താണ്, 1 ആണ്. ഇതിനകത്ത് കൂടെ ചോദിക്കാവുന്ന ചോദ്യം, ടോർക്ക് ആക്ടിംഗ് ഓൺ എ ഡൈപോൾ. അല്ലേ? ടോ ഈസ് ഈക്വൽ ടു ഫോർമുല എന്താണ്, p sin θ ആണ്. ഇൻ വെക്റ്റർ ഫോം ടോ വെക്റ്റർ ഈസ് ഈക്വൽ ടു p വെക്റ്റർ ക്രോസ് e വെക്റ്റർ. ഇഫ് θ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി then ടോർക്ക് 0 ആയിരിക്കും. ഇഫ് θ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ ടോർക്ക് മാക്സിമം ആയിരിക്കും. ടോ മാക്സ് ഈസ് ഈക്വൽ ടു p. ആണോ? ആൻഡ് ഇഫ് ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ എ നോൺ യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ, എൻട്രൻസ് ക്വസ്റ്റ്യൻ, നോൺ യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ ഇറ്റ് വിൽ എക്സ്പീരിയൻസ് ബോത്ത് ട്രാൻസ്ലേറ്ററി ആൻഡ് റൊട്ടേഷൻ മോഷൻ, ദാറ്റ് ഈസ് ഫോഴ്സ് ആൻഡ് ടോർക്ക്. ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ കാണും? ഫോഴ്സും കാണും, ടോർക്കും കാണും. ബിക്കോസ് ഇറ്റ് വിൽ എക്സ്പീരിയൻസ് ബോത്ത് ട്രാൻസ്ലേറ്ററി ആസ് വെൽ ആസ് റൊട്ടേഷൻ മോഷൻ. ദെൻ ഇതിന്റെ കൂടെ ഒരു സാധനവും കൂടെ, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ. ആണോ? ഒരു സാധനം കൂടെ ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ. എന്താ മക്കളെ ഫോർമുല? u is equal to minus pe cos θ ആണ്. ഇൻ വെക്റ്റർ ഫോം u is equal to minus p വെക്റ്റർ ഡോട്ട് e വെക്റ്റർ. അല്ലേ? ഇഫ് θ is equal to 0 ഡിഗ്രി ആണെങ്കിൽ u is equal to minus p വരും, കാരണം cos 0 1 ആണ്. ഇതിന് പറയുന്ന പേരാണ് സ്റ്റേബിൾ പൊസിഷൻ എന്ന് പറയും. ഇഫ് θ is equal to 180 ഡിഗ്രി ആണെങ്കിൽ, അല്ലേ, u is equal cos 180 is minus 1, അങ്ങനെ ആകുമ്പോൾ u is equal to pe. ഇതിന് പറയുന്ന പേരാണ് അൺസ്റ്റേബിൾ പൊസിഷൻ എന്നും പറയും. ആണോ? സ്റ്റേബിൾ പൊസിഷനും ഉണ്ട്, അൺസ്റ്റേബിൾ പൊസിഷനും ഉണ്ട്. ആണോ? അതേപോലെ നമ്മൾ ഈ ആക്സിയൽ ബൈ ഈ ഇക്വറ്റോറിയൽ എന്താ വരും, 2/1 ആണ്. ഈ ഫോമിൽ ഓർത്തിരിക്കുക. ഈ ആക്സിയൽ ഈസ് ടു ഇക്വറ്റോറിയൽ എന്താ വരും, 2/1 ആണ്. സോ അടുത്തത് ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പെനിട്രേറ്റിംഗ് നോർമൽ ടു എ സർഫസ്. ഒരു സർഫസിന് നോർമൽ ആയിട്ട് എത്ര ഫീൽഡ് ലൈൻസ് ആണോ പെനിട്രേറ്റ് ചെയ്യുന്നത് അതിന് പറയുന്ന പേരാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയും. ആണോ? അല്ലേ? ദെൻ ഒരു ചെറിയ സർഫസ് എടുക്കുകയാണെങ്കിൽ ഫൈ ഈസിക്കൽ ബേസിക് ഫോർമുല 1/ε0 ഇൻറ്റു ക്യൂ ആണ് ബേസിക് ഫോർമുല. ദെൻ ഓൾസോ എങ്ങനെ എഴുതാം? ഫൈ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ്
ഇങ്ങനെ ഇന്റഗ്രൽ ഓഫ് ഇ വെക്ടർ ഡോട്ട് ഡി എസ് വെക്ടർ എന്ന് എഴുതാം. ഇങ്ങനെയാണ് ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കുന്ന രണ്ട് ഫോർമുല. ഫൈ ഈസ് ഈക്വൽ ടു ഒന്ന് 1/ε0 ഇൻറ്റു ക്യൂ, മറ്റൊന്ന് ഇന്റഗ്രൽ ഓഫ് എന്തോ വരും ഇ വെക്ടർ ഡോട്ട് ഡി എസ് വെക്ടർ വരും. ദെൻ അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഗോഷ്യൻ സർഫസ്. എന്താ ഗോഷ്യൻ സർഫസ് എന്ന് പറഞ്ഞാൽ ഒരു ചാർജ് ചുറ്റും വരയ്ക്കുന്ന ഇമാജിനറി ക്ലോസ് സർഫസിന് പറയുന്ന പേരാണ് ഗോഷ്യൻ സർഫസ് എന്ന് പറയും. ദിസ് ആൻ ഇമാജിനറി ക്ലോസ് സർഫസ് ഡ്രോൺ അറൗണ്ട് എ ചാർജ്. അല്ലെ, ഇറ്റ് ക്യാൻ ഹാവ് എനി ആർബിട്രറി ഷേപ്പ്. ഇറ്റ് നെവർ ടച്ചസ് ദ ചാർജ്. ഒരിക്കലും ചാർജ് എന്ത് ചെയ്യത്തില്ല, ടച്ച് ചെയ്യത്തില്ല. പറയാൻ മനസ്സിലായോ? ഇറ്റ് ക്യാൻ ഹാവ് എനി ആർബിട്രറി ഷേപ്പ്. ദെൻ ഗോസസ് തിയറം ആണ്. എന്താ ഗോസസ് തിയറം പറയുന്നത്? അക്കോർഡിംഗ് ടു ഗോസസ് തിയറം ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് the net charge enclosed by the surface, that is surface integral of E vector dot ds vector is equal to 1/ε0 into q. അല്ലേ, ഇതിനാണ് നമ്മൾ ഗോസസ് തിയറം ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയും. സോ അക്കോർഡിംഗ് ടു ഗോസസ് തിയറം ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ്, ഏതൊരു ക്ലോസ്ഡ് സർഫസ് എടുത്താലും അവിടുത്തെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എത്ര ടൈംസ് ആണ് മക്കളെ? 1/ε0 ടൈംസ് ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് ആണ്. ദാറ്റ് ഈസ് സർഫസ് ഇന്റഗ്രൽ ഓഫ് ഇ വെക്ടർ ഡോട്ട് ഡി എസ് വെക്ടർ ഈസ് ഈക്വൽ ടു എന്ത് വരും? 1/ε0 ഇൻറ്റു ക്യൂ ആണ്. ദെൻ ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഫസ്റ്റ് വൺ, ലൈൻ ചാർജ് ആണെങ്കിൽ E is equal to formula 1/4πε0 2 lambda by r ആണ്. where lambda is equal to q by l is called linear charge ഡെൻസിറ്റി. ലാംഡയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയും. രണ്ടാമത്തത് ഇൻഫിനിറ്റ് പ്ലെയിൻ പാരലൽ ഷീറ്റ് ആണ്. എന്താ ഫോർമുല? ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2ε0. ഇൻഫിനിറ്റ് പ്ലെയിൻ പാരലൽ ഷീറ്റ് ഈസ് ഈക്വൽ ടു ഫോർമുല സിഗ്മ ബൈ 2ε0. 3, സിംഗിൾ ഷീറ്റ് ആണെങ്കിൽ എന്താ ഫോർമുല? ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ ε0 ആണ്. ഒരു സിംഗിൾ ഷീറ്റ് ഓഫ് ചാർജ് ആണെങ്കിൽ ഈസ് ഈക്വൽ ഫോർമുല എന്താണ്? സിഗ്മ ബൈ ε0 ആണ്. Then 4, 2 infinity plane പാരലൽ ഷീറ്റ് ആണെങ്കിൽ എന്തോ വരും? നോർത്തോക്കെ എയും ബിയും ആണോ? ഇത് സിഗ്മ എയും ഇത് സിഗ്മ ബിയും. ഇത് റീജിയൻ 1, ഇത് റീജിയൻ 2, ഇത് റീജിയൻ 3 അല്ലേ? റീജിയൻ 1 ആണെങ്കിൽ എന്തോ വരും? ഇ എ ഇങ്ങോട്ട്, ഇ ബി ഇങ്ങോട്ട് ആണോ? ഈ സികൾ എന്ത് വരും? -1/2ε0 ഇൻറ്റു സിഗ്മ എ പ്ലസ് സിഗ്മ ബി. റീജിയൻ 2 ആണെങ്കിൽ അല്ലേ? ഇ എ അങ്ങോട്ട്, ഇ ബി ഇങ്ങോട്ട് എന്തോ ഒരു ഈസ് ഈക്വൽ ടു 1/2ε0 ഇൻറ്റു സിഗ്മ എ മൈനസ് സിഗ്മ ബി വരും ആണോ? റീജിയൻ 3 ആണെങ്കിലോ രണ്ടും അങ്ങോട്ട് തന്നെ വരും. ഇ എയും അങ്ങോട്ട്, ഇ ബിയും അങ്ങോട്ട്. അങ്ങനെ ആകുമ്പോൾ ഈ ഈസ് ഈക്വൽ ഫോർമുല എന്താ വരും? 1/2ε0 ഇൻറ്റു സിഗ്മ എ പ്ലസ് സിഗ്മ ബി. 3 അല്ലേ? റീജിയൻ 1 ആണെങ്കിൽ
minus 1 by 2 epsilon 0 into sigma a plus sigma b. Region 2 ആണെങ്കിൽ 1 by 2 epsilon 0 into sigma a minus sigma b, and region 3 ആണെങ്കിൽ 1 by 2 epsilon 0 into sigma a plus sigma b. ഇനി ഇതിനകത്ത് തന്നെ രണ്ട് ചാർജസും ഈക്വൽ ഓപ്പോസിറ്റും ആണെങ്കിലോ, അല്ലേ? E is equal to plus സിഗ്മയും EA is equal to EB is equal to മൈനസ് സിഗ്മയാണെന്ന് ഇരിക്കട്ടെ. അങ്ങനെ ആകുമ്പോൾ വരും റീജിയൻ 1-ൽ E is equal to 0, റീജിയൻ 2-ൽ E is equal to സിഗ്മ ബൈ എപ്സിലോൺ 0. ഇതാണൊരു കപ്പാസിറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിള്. റീജിയൻ 3-ൽ E is equal to 0, അല്ലേ? ഇങ്ങനെ ഓർക്കുക, അല്ലേ? ഒരു ഇൻഫിനിറ്റ് പ്ലെയിൻ പാരലൽ ഷീറ്റ് എടുക്കുകയാണെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഡിസ്റ്റൻസ്. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഒരു കാരണവശാലും ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. പറയാൻ മനസ്സിലായോ? ദെൻ അടുത്തത് ചാർജ്ഡ് ഹോളോ സ്ഫിയർ ആണ്. പറയാൻ മനസ്സിലായോ? ചാർജ്ഡ് ഹോളോ സ്ഫിയർ ആണ്. ആണോ? ഔട്ട്സൈഡ് ആണെങ്കിൽ ബേസിക് ഫോർമുല E is equal to 1 by 4 pi epsilon 0 sigma by r square. ആണോ? മറ്റൊരു ഫോർമുല E is equal to sigma by epsilon 0 into capital R square by small r square. On the surface ആണെങ്കിൽ E is equal to sigma by epsilon 0. Inside ആണെങ്കിൽ E is equal to 0. ഓർക്കുക, ഡ്യൂ ടു എ ചാർജ്ഡ് ഹോളോ സ്ഫിയർ ആണെങ്കിൽ E is equal to ബേസിക് ഫോർമുല 1 by 4 pi epsilon 0 sigma by small r square. ദെൻ ഉണ്ടാവില്ലേ മറ്റൊരു ഫോർമുല, സിഗ്മ ബൈ സ്മോൾ ആർ സ്ക്വയർ അല്ല, Q by small r square. 1 by 4 pi epsilon 0 Q by small r square. ദെൻ മറ്റൊരു ഫോർമുല സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു എന്ത് വരും? ക്യാപിറ്റൽ ആർ സ്ക്വയർ ബൈ സ്മോൾ ആർ സ്ക്വയർ. ഓൺ ദ സർഫസ് ആണെങ്കിൽ E is equal എന്ത് വരും? സിഗ്മ ബൈ എപ്സിലോൺ 0. ഇൻസൈഡ് ആണെങ്കിൽ E is equal എന്ത് വരും? 0 വരും. ആണോ? ഇനി ഇങ്ങോട്ടൊക്കെ നമ്മളൊരു സിമ്പിൾ പെൻഡുലം എടുക്കുന്നു. ആ പെൻഡുലത്തിന് ഒരു പോസിറ്റീവ് ചാർജ് കൊടുക്കുന്നു. ആണേ? അങ്ങനെ നമുക്കറിയാം ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ബേസിക് ഫോർമുല T is equal to 2 pi into root of എന്തുവാ? L by G. പറയാൻ മനസ്സിലായോ? ആണോ? അങ്ങനെ ആകുമ്പോൾ ഞാൻ ഒരു പോസിറ്റീവ് പ്ലേറ്റിനെയാണ് ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ, ഒരു പോസിറ്റീവ് ചാർജ് പെൻഡുലം വന്നിരിക്കട്ടെ, ഞാൻ ഇതിൻ്റെ അടുത്തേക്ക് ഒരു പോസിറ്റീവ് പ്ലേറ്റിനെ കൊണ്ടുവരുന്നു എങ്കിൽ വാട്ട് ഹാപ്പൻസ് ടു ടൈം പീരീഡ്? ആണോ? അങ്ങനെ ആകുമ്പോൾ നമുക്കറിയാം F is equal ബേസിക് ഫോർമുല MA ആണ്, ബട്ട് F is equal നമുക്കറിയാം QE അല്ലേ? അങ്ങനെ ആകുമ്പം A is equal എന്ത് വരും മക്കളെ? അങ്ങനെ ആകുമ്പോൾ എങ്ങനെ എഴുതാം? MA is equal to QE എന്ന് എഴുതാം. ആണോ? ഓർ A is equal എന്ത് വരും? QE by M ആണ്. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ പ്ലസ് QE ആണ്. ആണോ? അങ്ങനെ ആകുമ്പോൾ T is equal എന്ത് വരും? ഫോർമുല 2 pi into root of L by G plus QE by M വരും. പറയാൻ മനസ്സിലായോ? അങ്ങനെ ആകുമ്പോൾ ഡിനോമിനേറ്റർ കുറയും, കൂടും. അങ്ങനെ ടൈം പീരീഡ് എന്ത് ചെയ്യും? കുറയും. തിരിച്ച് നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ T is equal to 2 pi into root of L by G minus QE by M. ഇമ്പോർട്ടൻറ്റ്. പറയാൻ മനസ്സിലായോ? നമ്മളൊരു സിമ്പിൾ പെൻഡുലം എടുക്കുന്നു. ആ പെൻഡുലം ഒരു ചാർജ് പോസിറ്റീവ് ചാർജ് ഒരു പെൻഡുലം ഒന്നിരിക്കട്ടെ, അന്നേരം അത് നെഗറ്റീവ് ആണെങ്കിൽ ഓക്കെ, അന്നേരം അതേ കണക്കത്തുള്ള ചാർജ് കൊണ്ടുവരുവാണെങ്കിൽ ജിയുടെ കൂടെ ആഡ് ചെയ്യുക. ഓപ്പോസിറ്റ് ടൈപ്പ് കൊണ്ടുവരുവാണെങ്കിൽ ജി എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. സോ ഇതാണ് നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ. വി ക്യാൻ മൂവ് ഓൺ ടു അവർ സെക്കൻഡ് ചാപ്റ്റർ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് capacitance. So what is electric potential?
എന്തിനാണ് നമ്മൾ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്? It is numerically equal to the total amount of work done to carry a unit positive charge from infinity to that point. That is V is equal to W by Q0. SI unit is volt ആണ്. ആണോ? 1 volt is equal to 1 joule by 1 coulomb. ആണോ? അതേപോലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് VB മൈനസ് VA. തിരിച്ചാലും കുഴപ്പമില്ല. എന്ത് തന്നെ W by എന്താണ്? Q0 ആണ്. ആണോ? ദെൻ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ആണെങ്കിൽ E is equal to ഫോർമുല 1 by 4 pi epsilon 0 Q by R ആണ്. ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ആണെങ്കിൽ V is equal to ഫോർമുല എന്താണ്? സോറി E അല്ല, V is equal to 1 by 4 pi epsilon 0 Q by R ആണ്. ദെൻ ഡ്യൂ ടു എ ഡൈപോൾ ആണെങ്കിൽ at any point എന്താ ഒരു ഫോർമുല? V is equal to 1 by 4 pi epsilon 0 P cos theta by എന്താ വരും? R square ആണ്. at any point on the dipole എന്താ വരും? V is equal to 1 by 4 pi epsilon 0 P cos theta by എന്താ വരും? R square വരും. ഇതിൽ നിന്നാണ് നമ്മൾ ആക്സിയലും ഇക്വറ്റോറിയലും on the axial point ആണെങ്കിൽ അല്ലേ തീറ്റ എത്ര ഡിഗ്രി വരും? 0. cos 0 എത്ര വരും? 1. അങ്ങനെ ആകുമ്പോൾ B is equal to ഫോർമുല എന്താ വരും? 1 by 4 pi epsilon 0 P by എന്താ വരും? R square. ഇത് ആക്സിയൽ പോയിന്റ് ആണെങ്കിൽ. ഇനി ഓൺ ദ ഇക്വറ്റോറിയൽ പോയിന്റ് ആണെങ്കിൽ theta is equal to 90 ഡിഗ്രി വരും. ആണോ? cos 90 is 0. അങ്ങനെ ആകുമ്പം V is equal to എന്ത് വരും? 0 വരും. മനസ്സിലായി? ആക്സിൽ ആണെങ്കിൽ തീറ്റ 0 ഡിഗ്രി, cos 0 1 വരും. V is equal to 1 by 4 pi epsilon 0 P by R square വരും. ഓൺ ദ ഇക്വറ്റോറിയൽ പോയിന്റ് ആണെങ്കിൽ തീറ്റ 90 ഡിഗ്രി, cos 90 എത്ര? 0. അങ്ങനെ ആകുമ്പോൾ V എന്ത് വരും? 0. അന്നേരം can there exist a point where the potential is 0 but the electrical intensity is not 0? പറ്റും. എവിടെ? on the equatorial line of an electric dipole. Then what is the relation between potential and electric field intensity? Potential difference VA minus VB is equal to, first formula ആണ് negative of the line integral of electric field E vector dot dr vector. Potential difference between 2 points in an electrostatic field is numerically equal to negative of the line integral of electric field എന്ന് പറയും. Or അല്ലേ electric field intensity is numerically equal to negative potential gradient minus dV by dr. മനസ്സിലായോ? അല്ലെങ്കിൽ അല്ലേ E is equal to നമുക്ക് V by R എന്ന് എഴുതാം. പൊട്ടൻഷ്യലിനെ ഡിസ്റ്റൻസ് വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്തോ കിട്ടും? ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. ദാറ്റ് ഈസ് E is equal എന്തോ വരും? V by R വരും. ഇതെല്ലാം ഓർത്തിരുന്നോണം. Then equipotential surfaces ആണ്. എന്തിനെയാണ് മക്കളെ equipotential surfaces എന്ന് പറയുന്നത്? Those surfaces where the potential is same everywhere. എവിടെയാണോ പൊട്ടൻഷ്യൽ സെയിം ആയിട്ട് വരുന്നത് അങ്ങനെയുള്ള സർഫസസിന് നമ്മൾ പറയുന്ന പേരാണ് equipotential surfaces. എന്തൊക്കെയായിരുന്നു പ്രോപ്പർട്ടി? അല്ലേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഈസ് 0. പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണെങ്കിൽ വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് അത് എന്ത് തന്നെയായിരിക്കും? 0 ആയിരിക്കും. ആണോ? 3 നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. ഒരിക്കലും എന്തോ ചെയ്യത്തില്ല? ഇന്റർസെക്ട് ചെയ്യത്തില്ല. 4 ഇക്വിപൊട്ടൻഷ്യൽ സർഫസും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്
are mutually perpendicular. That is angle എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. മനസ്സിലായി? ഇക്വിപൊട്ടൻഷ്യൽ സർഫസും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഒരു എക്സാമ്പിൾ നിങ്ങൾ ഒത്തിരി പഠിച്ചിട്ടുള്ളതാണ്. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഫീൽഡ് ഇങ്ങനെ, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇങ്ങനെ, ഇതൊരെണ്ണം, ഇത് മറ്റൊരെണ്ണം. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇങ്ങനെ, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെ ആയിരിക്കും? അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിലോ എങ്ങനെ വരും? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെ വരും? എങ്ങനെയാ? ഒരു ഡോർ കണക്ക് വരും, കാരണം പെർപെൻഡിക്കുലർ ആയിരിക്കണം. മനസ്സിലായി? ഇതാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയും. Then ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ്. അല്ലേ? The work done to bring a unit positive charge in from infinity to that point is stored as its potential energy. അല്ലേ? പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ. ആ ചെയ്ത വർക്കാണ് എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നത്? എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. സോ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു? ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. ഇൻഫിനിറ്റിയിൽ ഇത് ഒരു പോയിന്റ് വരെ കൊണ്ടുവരാൻ, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാൻ എത്ര എമൗണ്ട് ഓഫ് വർക്ക് ചെയ്യുന്നോ അതിന് നമ്മൾ പറയുന്ന പേരാണ് അതിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും. ആണോ? SI യൂണിറ്റ് ജൂൾ ആണ്. ആണോ? മറ്റൊരു യൂണിറ്റ് ഇലക്ട്രോൺ വോൾട്ട് ആണ്. മറ്റൊരു യൂണിറ്റ് ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1.6 into 10⁻⁻⁹ ജൂൾ ആണ്. മനസ്സിലായോ? ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1.6 into 10⁻⁹ ജൂൾ ആണ്. ദെൻ അത് കഴിഞ്ഞിട്ടുള്ളത് പൊട്ടൻഷ്യൽ എനർജി. Due to a system of two charges. എന്താ ഫോർമുല? നമ്മൾ Q1 ഉം Q2 എന്നും പറയുന്ന രണ്ട് ചാർജ് ഡിസ്റ്റൻസ് r അകലെയാണെങ്കിൽ U is equal to ഫോർമുല 1/4πε0 Q1 Q2 by R. Potential energy due to a system of two charges ആണ്. U is equal to ഫോർമുല 1/4πε0 Q1 Q2 by R ആണ്. ആണോ? Then due to a system of n ചാർജസ് ആണെങ്കിലോ? Due to a system of n charges ആണെങ്കിൽ U is equal to ഫോർമുല എന്താ പറയോ? 1/4πε0 ആണോ? 1/2 into sigma I is equal to 1 to n, sigma j is equal to 1 to n, I not equal to j, qi qj by r ij. Due to a system of n charges, U is equal to 1/4πε0 1/2 into sigma I is equal to 1 to n. Important ആണ്. Sigma j is equal to 1 to n, I not equal to j, qi qj by എന്തോ വരും? r ij വരും. Then എന്താണ് ഡൈലക്ട്രിക്സ്? അല്ലേ? ആക്ച്വലി ദേ ആർ ഇൻസുലേറ്റേഴ്സ് തന്നെയാണ്. ദാറ്റ് ഈസ് പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്, വിച്ച് ക്യാൻ ഇൻഡ്യൂസ് ചാർജസ് ഓൺ ദെയർ സർഫസ്. സർഫസസിനകത്ത് ചാർജസിന് ഇൻഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെയുള്ളതിന് നമ്മൾ പറയുന്ന പേരാണ് ഡൈലക്ട്രിക്സ് എന്ന് പറയും. ഇത് തന്നെ രണ്ടെണ്ണം ഉണ്ട്. നോൺ പോളാർ ഡൈലക്ട്രിക്സും ഉണ്ട്, പോളാർ ഡൈലക്ട്രിക്സും ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. നോൺ പോളാർ ഡൈലക്ട്രിക്സും ഉണ്ട്, പോളാർ ഡൈലക്ട്രിക്സും ഉണ്ട്. സെന്റർ ഓഫ് ഗ്രാവിറ്റിയെ ബേസ് ചെയ്താണ്.
കോയിൻസൈഡ് ചെയ്യാം, കോയിൻസൈഡ് ചെയ്യാതിരിക്കാം. കോയിൻസൈഡ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നോൺ പോളാറും, കോയിൻസൈഡ് ആണെങ്കിൽ പോളാർ എന്നും പറയും. ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ് കപ്പാസിറ്റർ അല്ലേ? എന്താണ് കപ്പാസിറ്റർ? ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ് ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ് അല്ലേ? സോ ദാറ്റ് ഇറ്റ് മേ പോസസ്. ഒരു കപ്പാസിറ്ററിനകത്ത് എന്തൊരു എനർജിയാണ് ഉള്ളത്? നിങ്ങൾ പറയും കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി എന്ന്. ആണോ? എന്തൊരു എനർജിയാ? ഇലക്ട്രിക്കൽ എനർജിയാണ്. നമുക്ക് ആകെ അറിയാവുന്ന എനർജി അതാ. പറയാൻ മനസ്സിലായോ? സോ ദാറ്റ് ഇറ്റ് മേ പോസസ് എന്തൊരു എനർജിയാണ്? ഇലക്ട്രിക്കൽ എനർജിയാണ്. അങ്ങനെ ഒരു ഡിവൈസ് നമ്മൾ പറയുന്ന പേരാണ് കപ്പാസിറ്റൻസ്. Capacitor Q proportional to V or Q is equal to CV, where C is equal to Q by V is a constant called capacitance എന്ന് പറയും. ആണോ? കപ്പാസിറ്റർ മറ്റൊരു പേരാണ് കണ്ടൻസർ എന്നും പറയും. SI യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ഈസ് ഫാരഡ് ആണ്. ആണോ? 1 ഫാരഡ് ഈസ് ഈക്വൽ ടു 1 കൂളം ബൈ 1 വോൾട്ട് ആണ് അല്ലേ? 1 ഫാരഡ് ഈസ് ഈക്വൽ ടു 1 കൂളം ബൈ എത്രയാണ്? 1 വോൾട്ട് ആണ്. സോ വാട്ട് ഈസ് എ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ കപ്പാസിറ്റർ? എന്താണ് ഒരു കപ്പാസിറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ? എന്തുവാ? ഒരു ചാർജ്ഡ് കണ്ടക്ടറിന്റെ അടുത്ത് നമ്മളൊരു എർത്തഡ് കണ്ടക്ടറിനെ വെക്കുകയാണെങ്കിൽ the presence of an earthed conductor near a charged conductor increases the capacitance of the charged conductor. This is the working principle of a capacitor. എന്ത് പറഞ്ഞേ? The presence of an earthed conductor near a charged conductor increases the capacitance of the charged conductor. This is the working principle of a capacitor. Then parallel plate capacitor ആണ്. ഇത് തന്നെയാണ് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ അല്ലേ? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് മെറ്റാലിക് പ്ലേറ്റ് വിത്ത് സെക്കൻഡ് പ്ലേറ്റ് എന്തോ ചെയ്യും? എർത്ത് ചെയ്യും. ഇതിന്റെ ഇടയിൽ നമ്മൾ എയറിനെയോ അല്ലെങ്കിൽ ഡൈഇലക്ട്രിക്കിനെയോ വെക്കും. അങ്ങനെ ഒരു ഡിവൈസ് നമ്മൾ പറയുന്ന പേരാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ബേസിക് ഫോർമുല C is equal to എപ്സിലോൺ 0 A by D ആണോ? മീഡിയം വെക്കുകയാണെങ്കിൽ തിക്നെസ് ഒന്നും പറയുന്നില്ലെങ്കിൽ C is equal to എപ്സിലോൺ 0 എപ്സിലോൺ R A by D. മനസ്സിലായോ? ബേസിക് ഫോർമുല C is equal to എപ്സിലോൺ 0 A by D ആണ്. ദെൻ മീഡിയം വെക്കുകയാണെങ്കിൽ C is equal to എപ്സിലോൺ 0 എപ്സിലോൺ R A by D ആണ്. ദെൻ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കപ്പാസിറ്റൻസ്? ഒന്ന് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ആണ്. രണ്ട് ഏരിയ ഓഫ് ദ പ്ലേറ്റ്സ് ആണ്. മൂന്ന് പ്രസൻസ് ഓഫ് എ ഡൈഇലക്ട്രിക് മീഡിയം ആണ്. സോ മൂന്നെണ്ണം ഏതൊക്കെയാ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, ഏരിയ ഓഫ് ദ പ്ലേറ്റ്സ്, പ്രസൻസ് ഓഫ് എ ഡൈഇലക്ട്രിക് മീഡിയം ആണ്. ദെൻ ഇൻട്രൊഡക്ഷൻ ഓഫ് എ മെറ്റാലിക് സ്ലാബ് ആണെങ്കിൽ ആദ്യത്തേത് മെറ്റാലിക് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് പോസിറ്റീവ് നെഗറ്റീവ്. നമ്മൾ T തിക്നെസ് ഉള്ള ഒരു മെറ്റാലിക് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ C ഡാഷ് ഈസ് ഈക്വൽ ടു എന്തോരും? എപ്സിലോൺ 0 A by 1 മൈനസ് T by D ആണ്. ഇതാണ് ഫോർമുല. എന്താണ് നോക്കുന്നത്? നമ്മളൊരു മെറ്റാലിക് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ C ഡാഷ് ഈസ് ഈക്വൽ ടു ഫോർമുല എപ്സിലോൺ 0 A by 1 മൈനസ് T by D ആണ്. സോ ഇഫ് T ഈസ് ഈക്വൽ ടു D ആണെങ്കിൽ C ഡാഷ് ഈസ് ഈക്വൽ എന്തോരും? എപ്സിലോൺ 0 A by 1 മൈനസ് 1 ദാറ്റ് ഈസ് എപ്സിലോൺ 0 A by 0 ദാറ്റ് ഈസ് ഇൻഫിനിറ്റി. നമുക്ക് ഇൻഫിനിറ്റ് കപ്പാസിറ്റൻസ് ഉള്ള ഒരു കപ്പാസിറ്റർ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. നമ്മൾ എന്തോ ചെയ്താൽ മതി? അതിൻ്റെ ഇടയ്ക്ക് ഒരു മെറ്റാലിക് സ്ലാബ്, അതേ കനമുള്ള ഒരു മെറ്റാലിക് സ്ലാബ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആണോ? ദെൻ അടുത്തത് ഡൈഇലക്ട്രിക് സ്ലാബാണ്. ഡൈഇലക്ട്രിക് സ്ലാബാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് D,
ഇത് ടി യു ആണെങ്കിൽ സി ഡാഷ് ഈസിക്കൽ ഫോർമുല എപ്സിലോൺ 0 എ ബൈ 1 മൈനസ് ടി ബൈ ഡി ഇൻറ്റു 1 മൈനസ് 1 ബൈ കെ ആണ്. ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായി? ഒരു ഡൈലക്ട്രിക് സ്ലാബ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ സി ഡാഷ് ഈസിക്കൽ ഫോർമുല എന്താണ്? എപ്സിലോൺ 0 എ ബൈ 1 മൈനസ് ടി ബൈ ഡി ഇൻറ്റു എന്താണ്? 1 മൈനസ് 1 ബൈ കെ ആണ്. ഇനി ഒരു സിലിണ്ടറിക്കൽ കപ്പാസിറ്റർ ആണ് വെക്കുന്നതെങ്കിൽ ഇക്വേഷൻ 4 സിലിണ്ടറിക്കൽ കപ്പാസിറ്റർ ആണ്. C is equal to formula 2 pi epsilon 0 L by Ln R2 by R1 ആണ്. മനസ്സിലായി? ഒരു സിലിണ്ടറിക്കൽ കപ്പാസിറ്റർ ആണെങ്കിൽ ഫോർമുല ഇതാണ് 2 pi epsilon 0 L by Ln log അല്ലേ? L എന്ന് പറഞ്ഞാൽ log to the base e ആണ്. R2 by എന്താണ്? R1 ആണ്. ഇനി സ്ഫെറിക്കൽ കപ്പാസിറ്റർ ആണെങ്കിൽ C is equal to 4 pi epsilon 0 R1 R2 by R2 minus R1 ആണ്. ഒരു സ്ഫെറിക്കൽ കപ്പാസിറ്റർ ആണെങ്കിൽ C is equal to ഫോർമുല ആണ് 4 pi epsilon 0 into R1 R2 by R2 minus R1 where R2 is the outer radius and R1 is the inner radius. അത് ഓർത്തിരിക്കുക. R2 എന്ന് പറഞ്ഞാൽ outer radius and R1 is the inner radius. Then ഒരു ഐസൊലേറ്റഡ് സ്ഫെറിക്കൽ കണ്ടക്ടർ ആണെങ്കിൽ C is equal to formula 4 pi epsilon 0 into capital R ആണ് where R is the radius. ഒരു ഐസൊലേറ്റഡ് സ്ഫെറിക്കൽ കണ്ടക്ടർ ആണെങ്കിൽ C is equal to ഫോർമുല ആണ് 4 pi epsilon 0 into R ആണ് where R is the radius. Then capacitors in series ആണെങ്കിൽ എന്തോ ഫോർമുല 1 by C is equal to 1 by C1 plus 1 by C2 plus 1 by C3. If there are n capacitors, each of capacitance C ആണെങ്കിൽ 1 by CS is equal to n by C വരും or CS is equal to C by n വരും. The series connection ആണെങ്കിൽ then capacitors in parallel എന്താ വരും? C is equal to C1 plus C2 plus C3. If there are n capacitors, each of capacitance capital C ആണെങ്കിൽ CP is equal എന്ത് വരും? NC വരും. അന്നേരം CS is equal to C by N ആണ്, CP is equal എന്താണ്? NC. So what is CS by CP? അന്നേരം എന്ത് വരും? C by N by എന്ത് വരും? NC. C യും C യും ക്യാൻസൽ ആവും. That is 1 by N square വരും. ഓർത്തിരിക്കുക. മനസ്സിലാവും അല്ലേ? CS is equal to C by N ആണ്, CP is equal to NC ആണ്. Then CS by CP is equal എന്ത് വരും? 1 by N square ആണ്. Then energy of a capacitor ആണ്.
എന്താ ഫോർമുല? എനർജി ഈസ് ഈക്വൽ ടു എന്താ ഫോർമുല? ഒരു ഫോർമുല പറ, Q²/2C. മറ്റൊരു ഫോർമുല ഹാഫ് CB². മറ്റൊരു ഫോർമുല ഹാഫ് QB. ഇതാണ് എനർജി ഓഫ് എ കപ്പാസിറ്റർ. ദെൻ എനർജി ഡെൻസിറ്റി U is equal to formula എന്തുവാ? half epsilon 0 E², where E is the intensity of electric field. U is equal to formula എന്താണ്? half epsilon 0 എന്താണ്? E² ആണ്. ഇനി നമ്മൾ രണ്ട് കപ്പാസിറ്റേഴ്സ് എടുക്കുന്നു. ഇത് C1 ആണ്, ചാർജ് Q1 ആണ്, പൊട്ടൻഷ്യൽ V1 ആണ്. ഇത് Q2 ആണ്, C2 ആണ്, പൊട്ടൻഷ്യൽ V2 ആണ്. ഇത് ആക്ച്വലി ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലേ? സോ ബിഫോർ ഷെയറിംഗ്, ഷെയർ ചെയ്യുന്നതിന് മുമ്പേ Q1 is equal to C1 V1 ആണ്. ആൻഡ് എനർജി U1 is equal to half C1 V1² ആണ്. അതേപോലെ Q2 is equal to C2 V2 ആണ്. U2 is equal to half C2 V2² ആണ്. അത് ബിഫോർ ഷെയറിംഗ് ആണ്. നോക്കുക, നമ്മൾ രണ്ടെണ്ണം സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നു. Q1 ഉണ്ട്, എനർജി U1 ഉണ്ട്, Q2 ഉണ്ട്, U2 ഉണ്ട്. ഇനി ഇങ്ങോട്ട് നോക്കേ, മായ്ക്കണ്ട, ഇതിന് രണ്ടിനെയും കൂടെ ഒരു വയർ വെച്ച് കണക്ട് ചെയ്യുന്നു. ആണോ? സച്ച് ദാറ്റ് they attain a common potential V. പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആണോ? അങ്ങനെ ആകുമ്പം Q1 ഡാഷ് is equal to ഫോർമുല C1V ആണ്. ആണോ? ആൻഡ് എനർജി U1 ഡാഷ് is equal to half C1 V² ആണ്. അതേപോലെ Q2 ഡാഷ് is equal to C2V ആണ്. U2 ഡാഷ് is equal to half C2 V² ആണ്. ആണോ? ദെൻ കോമൺ പൊട്ടൻഷ്യൽ V ഫോർമുല Q1 plus Q2 by C1 plus C2 ആണ്. ദാറ്റ് ഈസ് C1 V1 plus C2 V2 by C1 plus C2 ആണ്. രണ്ടിനെ കൂടെ നമ്മളൊരു വയർ വെച്ച് കണക്ട് ചെയ്യുവാണെങ്കിൽ, രണ്ട് കപ്പാസിറ്റേഴ്സിനെ വയർ വെച്ച് കണക്ട് ചെയ്യുവാണെങ്കിൽ അതിന്റെ കോമൺ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്ന ഫോർമുല V is equal to Q1 plus Q2 by C1 plus C2 അല്ലെങ്കിൽ C1 V1 plus C2 V2 by എന്താണ്? C1 plus C2 ആണ്. Then energy stored in them before sharing. Total energy U is equal to U1 plus U2 ആണ്. ആണോ? That is half C1 V1 square plus half C2 V2 square. After sharing ആണെങ്കിൽ ആണോ? U is equal to ആണോ? U1 dash plus U2 dash ആണ്. That is എന്ത് വരും? half C1 plus C2 into എന്ത് വരും? V² ആണ്. മനസ്സിലായി? ആഫ്റ്റർ ഷെയറിംഗ് ആണെങ്കിൽ ഇത്. Then loss of energy delta U എന്ന് കൊടുക്കാം. delta U is equal to ആണോ? അല്ലേ? U initial minus U final എന്ന് എഴുതാം. ആണോ? ദാറ്റ് ഈസ് ബിഫോർ ഷെയറിംഗും ആഫ്റ്റർ ഷെയറിംഗും ഡിഫറൻസ്. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു
C1 C2 by C1 plus C2 into V1 minus V2 the whole square ആണ്. Important. Half into C1 C2 by C1 plus C2 into V1 minus V2 the whole square ആണ്. Where delta U is the loss of energy എന്ന് പറയും. ഈ രണ്ടും കൂടെ കോമൺ ആയിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ എത്ര എനർജി അവിടെ നഷ്ടപ്പെടുന്നു അതാണ് ഡെൽറ്റ യു. കണ്ടുപിടിക്കുന്ന ഫോമുല ഹാഫ് ഇൻറ്റു C1 C2 by C1 plus C2 ഇൻറ്റു എന്തോരും V1 minus V2 the whole square ആണ്. Next, Van de Graaff generator ആണ്. What is a Van de Graaff generator? It is a device used to It is a high voltage electrostatic source ആണ് used in atom smashing experiment. അല്ലേ? Which can produce potential up to 200 electron volt. അത്രയും പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് 200 മെഗാ MeV ആണ്. അത്രയും പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് എന്തെന്ന് പറയും വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ. അല്ലേ? ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താന്ന് പറയാമോ? വർക്കിംഗ് പ്രിൻസിപ്പിൾ കൊറോണ ഡിസ്ചാർജ് ആണ്. നമുക്കിപ്പോൾ അറിയാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് കൊറോണ ഡിസ്ചാർജ്. കൊറോണ എന്ന് പറഞ്ഞ സാധനം. എന്തോ കൊറോണ നടക്കുന്നത്, കൊറോണയ്ക്കകത്ത് നടക്കുന്ന എന്തോ സംഭവം അല്ലേ? ഒരാൾക്ക് പിടിക്കുന്നു, അതെന്ത് ചെയ്യുന്നു? അവിടുന്ന് സ്പ്രെഡ് ചെയ്ത് തന്നെ പോകുന്നു. പറയാൻ മനസ്സിലായി? അതേപോലെ തന്നെയാണ് ഈ കൊറോണ ഡിസ്ചാർജ് ആണ് നമ്മളെ ലൈറ്റ്നിങ് കണ്ടക്ടറിനകത്ത് നടക്കുന്നത്. മിന്നൽ രക്ഷാചാലകം എന്ന് പറയും, അഥവാ ലൈറ്റ്നിങ് കണ്ടക്ടർ. അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഈ കൊറോണ ഡിസ്ചാർജ് ആണ്. നമ്മൾ കണ്ടുകൊടുക്കുക ഈ ലൈറ്റ്നിങ് കണ്ടക്ടേഴ്സിനകത്ത് ടിപ്പ് എന്താണ് ഹൈ പൊട്ടല് വളരെ കൂർത്തിരിക്കും. ഇങ്ങനെയാണ് ലൈറ്റ്നിങ് ഡിസ്ചാർജ് ഇരിക്കുന്നത്. ആണോ? അങ്ങനെ ആകുമ്പം ഇത് വളരെ കൂർത്തിരിക്കും. അങ്ങനെ കൂർത്തിരിക്കുവാണെങ്കിൽ ഇവിടെ പൊട്ടൻഷ്യൽ ഭയങ്കര കൂടുതലായിരിക്കും. ആണോ? അന്നേരം എന്ത് പറ്റുമെന്ന് അറിയോ? ഈ പൊട്ടൻഷ്യൽ മൂലം ഇതിന്റെ സറൗണ്ടിങ്ങിൽ ഒരു ഹൈ ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇപ്പൊ നമ്മൾ പറയും ഒരു കൊറോണ രോഗി ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത് ചെല്ലുകയാണെങ്കിൽ നമുക്ക് പകരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ആണോ ഇവിടെ ഒരു ഹൈ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആണോ? അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഇലക്ട്രിക് ഫീൽഡ് എയർ ക്ലൗഡ്സിനെ എന്തോ ചെയ്യും? അട്രാക്ട് ചെയ്യും. അങ്ങനെ അട്രാക്ട് ചെയ്യുമ്പം അല്ലേ ക്ലൗഡ്സിൽ അതും അയണൈസ് ചെയ്യപ്പെട്ട ക്ലൗഡുകളായിരിക്കും അല്ലെ? അതിനകത്തുള്ള ചാർജിനെ ഈ സാധനം ഒന്നും എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്ത് എന്ത് ചെയ്യും? ന്യൂട്രലൈസ് ചെയ്യിക്കും. പറയാൻ മനസ്സിലായി? അതല്ലേ നമ്മൾ ചെയ്യുന്നത്. ക്വാറന്റൈൻ അവരെ വിളിച്ചുകൊണ്ട് എന്ത് ചെയ്യും? ക്വാറന്റൈനിൽ കൊണ്ടുപോകും. അങ്ങനെ ക്വാറന്റൈനിൽ കൊണ്ടുപോകുമ്പോൾ എന്ത് പറ്റും? അവരുടെ വൈറസിനെ നമ്മൾ എന്ത് ചെയ്യും? അവിടെ വെച്ച് ഇല്ലായ്മ ചെയ്യുക. അതേപോലെ തന്നെ ഇവരെന്ത് ചെയ്യും? ഈ സറൗണ്ടിങ് ചാർജ് അയണൈസ് ചെയ്യപ്പെട്ട ചാർജ് എന്ത് ചെയ്യും? മറ്റേ മാടി വിളിക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും? ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അവരുടെ ചാർജിന് എന്ത് ചെയ്യും? ന്യൂട്രലൈസ് ചെയ്യിക്കും. അങ്ങനെ നമുക്ക് ലൈറ്റിംഗ് എന്ത് ചെയ്യാൻ പറ്റും? പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് കോൾഡ് കൊറോണ ഡിസ്ചാർജ് എന്ന് പറയും. എന്തെന്ന് പറയും? കൊറോണ ഡിസ്ചാർജ്. അതായത് പോയിന്റഡ് എൻഡിലെ കണ്ടക്ടേഴ്സിന്റെ പൊട്ടൻഷ്യൽ ഭയങ്കര കൂടുതലായിരിക്കും. സറൗണ്ടിങ് എയറിന് അതെന്ത് ചെയ്യും? ഇലക്ട്രിഫൈ ചെയ്യും. അങ്ങനെ ഇലക്ട്രിഫൈ ചെയ്യുമ്പോൾ ഈ ചാർജ് എയർ എന്ത് ചെയ്യും? മറ്റുള്ള ചാർജ് ക്ലൗഡ്സിനെ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. പറയുന്നത് ദാറ്റ് ഫിനോമിന ഈസ് കോൾഡ് കൊറോണ ഡിസ്ചാർജ് എന്ന് പറയും. അതായത് പോയിന്റഡ്. അതാണ് നമ്മൾക്ക് അറിയാം കൊറോണ വൈറസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? എക്സ്ട്രീംലി സ്മോൾ വൈറസ് ആണ്. ഇതേപോലെ തന്നെ പോയിന്റഡ് കണ്ടക്ടേഴ്സ് ആണെങ്കിൽ മനസ്സിലായി ആ ടിപ്പിൽ എന്തായിരിക്കും? പൊട്ടൻഷ്യൽ ഭയങ്കര കൂടുതലായിരിക്കും. ഇമ്പോർട്ടന്റ് ആണ്. എക്സാം എൻട്രൻസ് ന്യൂസിലാണ് മനസ്സിലായി. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ വാൻ ഡി ഗ്രാഫ് ജനറേറ്ററീസ് എന്താണ്? കൊറോണ ഡിസ്ചാർജ് പഠിച്ചിട്ടുണ്ട്. അവിടെ ഇതുണ്ട്, രണ്ട് ചീപ്പുകൾ. ഓർമ്മയുണ്ട് ആ പടമൊക്കെ? ഒന്നിനെ സ്പ്രേയിങ് കോം എന്നും മറ്റൊന്നിനെ കളക്ടിങ് കോം എന്നും പറയും. ഇത് സ്പ്രേയിങ് കോം ആണ്, ഇത് കളക്ടിങ് കോം. ഇവിടെ ഒരു ബെൽറ്റ് ഉണ്ട്. ആണോ? എന്നാൽ ഈ സ്പ്രേയിങ് കോം എന്ത് ചെയ്യും? ഇവിടുന്ന് ഇലക്ട്രോൺസ് ചാർജിനെ തുപ്പും, സ്പ്രേ ചെയ്യും. അതാണ് കൊറോണ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ ബെൽറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യുക. അങ്ങനെ ബെൽറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇവിടുന്ന് പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജ് മുകളിലോട്ട് മൂവ് ചെയ്യും. അങ്ങനെ പോസിറ്റീവ് ചാർജ് പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഇവിടെ ഇൻഡക്ഷൻ, ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ആണോ? അന്നേരം ടോപ്പും ബോട്ടവും തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മൂലം എന്ത് വരും? ഇവിടെ ഒരു ഇലക്ട്രോൺ ഇരിക്കുകയാണ്. ഇലക്ട്രോൺ എന്ത് ചെയ്യും? ആക്സലറേറ്റ് ചെയ്യപ്പെടും. സോ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ ഈസ് കോൾഡ് നമ്മൾ എന്താന്ന് പറയും? കൊറോണ ഡിസ്ചാർജ്. ദാറ്റ് ഈസ് ആക്ഷൻ അറ്റ് പോയിന്റ്സ് എന്നും പറയും. പിന്നെ മറ്റൊരു പേരാണ് ആക്ഷൻ അറ്റ് പോയിന്റ്സ് എന്നും പറയും. സോ ഇത്രയാണ് ഇതിന്റെ തിയറി പാർട്ട്. സോ നമുക്ക് നമ്മളുടെ പ്രോബ്ലം പാർട്ട് നോക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ടു ഇൻസേർട്ടിംഗ് മെറ്റൽ സ്ഫിയേഴ്സ് നോക്കുക ആർ റബ്ഡ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ
and placed 96 centimeter apart. If they attract each other with a force of 0.1 Newton, how many electrons were transferred from one sphere to the other sphere during rubbing? രണ്ട് ഇൻസുലേറ്റിംഗ് മെറ്റൽ സ്ഫിയേഴ്സ് ആർ റബ്ബ് ചെയ്യുന്നു അല്ലേ? ദേ ആർ പ്ലേസ്ഡ് 96 സെന്റിമീറ്റർ എപ്പാർട്ട്. ഇഫ് ദേ അട്രാക്ട് ഈച്ച് അതർ വിത്ത് എ ഫോഴ്സ് ഓഫ് 0.1 ന്യൂട്ടൺ, ഹൗ മെനി ഇലക്ട്രോൺസ് അല്ലേ? സോ രണ്ടും ചാർജ് നമുക്ക് സെയിം ആയിട്ട് എടുക്കാം. അങ്ങനെ ആകുമ്പോൾ കൂളംസ് ലോ, എന്താ കൂളംസ് ലോ പറയുന്നത്? F is equal to 1/4πε0 Q1 Q2 by എന്ത് വരും? R സ്ക്വയർ. ആണ് മക്കളെ. That is F is equal to 1/4πε0 Q സ്ക്വയർ by എന്ത് വരും? R സ്ക്വയർ ആണ്. ഇനി നമുക്ക് എന്തോ തരുന്നുണ്ട്? ഫോഴ്സ് തരുന്നുണ്ട്. എത്ര? F 0.1 ന്യൂട്ടൺ ആണോ? പിന്നെന്തോ തരുന്നുണ്ട്? ഡിസ്റ്റൻസ് R 96 സെന്റിമീറ്റർ, ദാറ്റ് ഈസ് 0.96 മീറ്റർ ആണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആദ്യം Q കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 0.1 is equal to എന്താ വരും? 1/4πε0 9 into 10 raised to 9 into Q square by 0.96 the whole square ആണോ? ദാറ്റ് ഈസ് ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്? Q കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. Q is equal to എന്താ വരും? അന്നേരം Q square is equal to 0.96 square into 0.1 by 9 into 10 raised to 9 ആണോ? ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താ പറയുക അറിയോ? അല്ലേ? നമുക്ക് ഇതിന്റെ Q സ്ക്വയർ ആണ്. അന്നേരം Q is equal എന്ത് വരും? ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. ദാറ്റ് ഈസ് 0.96 ആണോ? ഇൻറ്റു 10 റൈസ് ടു ഇതെന്ന് പറഞ്ഞാൽ 0.1 എന്ന് പറഞ്ഞാൽ 10 റൈസ് ടു -1 ആണ്. ഇതാവുമ്പോൾ 10 റൈസ് ടു -8 ആവും. അത് സോൾവ് ചെയ്യുമ്പോൾ 10 റൈസ് ടു -5 വരും ബൈ 9ന്റെ സ്ക്വയർ ക്യൂബ് സ്ക്വയർ റൂട്ട് ഓഫ് 9 ഈസ് 3 വരും ആണോ? ഇത് Q കിട്ടി. പക്ഷെ നമുക്ക് ചോദിച്ചേക്കുന്നത് Q അല്ല കണ്ടുപിടിക്കുന്നത്. ഹൗ മെനി ഇലക്ട്രോൺസ് വർ ട്രാൻസ്ഫേർഡ് ഫ്രം വൺ സ്ഫിയർ ടു ദ അതർ സ്ഫിയർ ഡ്യൂറിംഗ് റബ്ബിംഗ്. എത്ര ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യും? ഇനി നമുക്കറിയാം Q is equal to ഫോർമുല എന്തുവാ? Ne ആണോ? അങ്ങനെ ആകുമ്പോൾ N is equal എന്ത് വരും? Q by E വരും. ദാറ്റ് ഈസ് Q എത്ര വരും? 0.96 into 10 raised to -5 by 3 ആണോ? ബൈ E എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1.6 into 10 raised to -19. ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 2 into 10 raised to 13 വരും. നല്ല ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്ത് ചെയ്തു? ക്വസ്റ്റ്യൻ ആണ് അല്ലേ? 2 ഇൻസുലേറ്റിംഗ് മെറ്റൽ സ്ഫിയേഴ്സ് ആർ റബ്ഡ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ. രണ്ട് ഇൻസുലേറ്റിംഗ് മെറ്റൽ സ്ഫിയേഴ്സ് ഉണ്ട് ആണോ? അങ്ങനെ ഇൻസുലേറ്റിംഗ് മെറ്റൽ സ്ഫിയേഴ്സ് ആകുമ്പോൾ രണ്ട് ഒരാണെന്നുള്ള സ്ഫിയർ ആകുമ്പോൾ ആദ്യത്തെ തന്നെ Q ആണെങ്കിൽ രണ്ടാമത്തെ എന്ത് തന്നെ Q. അങ്ങനെ ആകുമ്പോൾ കൂളംസിൽ അനുസരിച്ച് F is equal 1/4πε0 Q square by R square കൊടുക്കുന്നു. F തന്നിട്ടുണ്ട്, R 0.96 മീറ്റർ ആണ്. ഞാൻ അതിൽ നിന്ന് Q കണ്ടുപിടിച്ചു. then Q is equal Ne കൊടുത്തു, N is equal Q by E കൊടുത്തു. എൻ്റെ വാല്യൂ കിട്ടി. മനസ്സിലായല്ലോ? then moving on to second question. ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോക്കെ. A charge capital Q is placed at the center of the line joining the two charges small q. The system of the three charges will be in equilibrium if capital Q is equal to. മനസ്സിലായോ? നമ്മൾ ചോദ്യം ഇതാണ്. സ്മോൾ ക്യൂ എന്ന് പറയുന്ന രണ്ട് ചാർജ് ആണോ? ഇതിന്റെ നടുക്കായിട്ട് നമ്മൾ എന്തോത്തിനെ വെക്കുന്നു? ക്യാപിറ്റൽ ക്യൂവിനെ വെക്കുന്നു ആണോ? എങ്കിൽ ഈ സിസ്റ്റം അല്ലേ? The system of the three charges will be in equilibrium if capital Q is equal to. മനസ്സിലായോ? ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നമുക്ക് നോക്കാം. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ഞാൻ D എന്ന് എടുക്കുന്നു ആണോ? അങ്ങനെ ആകുമ്പോൾ ഇത് D/2 ആണ്, ഇതും എന്ത് തന്നെ D/2 ആണ്. എന്നാൽ ഞാൻ ഈ Q എന്ന് പറയുന്ന ചാർജിനകത്ത് ഈ സ്മോൾ Q ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും, ക്യാപിറ്റൽ Q ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും ആണോ? എന്നാൽ ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ എന്തായിരിക്കണം മക്കളെ? നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ 0 ആയിരിക്കണം. എന്നാൽ നമുക്ക് ആദ്യം F1 കണ്ടുപിടിക്കാം. F1 is equal to ഇവൻ ഇതിൽ കൊടുക്കുന്ന ഫോഴ്സ് എന്ത് വരും? 1/4πε0 Q into small q
ബൈ എന്ത് വരും ഡി ബൈ ടു ദ ഹോൾ സ്ക്വയർ ആണോ. ഇനി F2 എന്ന് പറഞ്ഞാൽ ഇവനിൽ കൊടുക്കുന്ന ഫോഴ്സ് എന്ത് വരും 1 ബൈ പറ 4 പൈ എപ്സിലോൺ 0 ക്യൂ സ്ക്വയർ ബൈ എന്ത് വരും ഡി സ്ക്വയർ. ഫോർ ദ സിസ്റ്റം ടു ബി ഇൻ ഇക്വിലിബ്രിയം, ഫോർ ദ സിസ്റ്റം ടു ബി ഇൻ ഇക്വിലിബ്രിയം, സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ എന്താ ഈക്വൽ ആയിരിക്കണം F1 പ്ലസ് F2 ന്റെ വാല്യൂ എന്തായിരിക്കണം എന്ന് പറഞ്ഞു 0 ആയിരിക്കണം. ദാറ്റ് ഈസ് 1 ബൈ 4 പൈ എപ്സിലോൺ 0 ആണോ. സ്മോൾ ക്യൂ ബൈ എന്ത് വരും ഡി ബൈ ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 ബൈ 4 പൈ എപ്സിലോൺ 0 ക്യൂ സ്ക്വയർ ബൈ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും 0. ദാറ്റ് ഈസ് 1 ബൈ 4 പൈ എപ്സിലോൺ 0 ക്യൂ ബൈ എന്ത് വരും ഡി ബൈ ടു ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു മൈനസ് 1 ബൈ 4 പൈ എപ്സിലോൺ 0 ക്യൂ സ്ക്വയർ ബൈ എന്ത് വരും ഡി സ്ക്വയർ. ക്യാൻസൽ ആയി പോവും, ഒരു ക്യൂവും പോവും ആണോ. ഇത്രയും മനസ്സിലായല്ലോ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്യാപിറ്റൽ ക്യൂവിന്റെ വാല്യൂ ആണോ. അങ്ങനെ ആകുമ്പോൾ എന്ത് വരും ദാറ്റ് ഈസ് ക്യൂ ബൈ ഡി സ്ക്വയർ ബൈ 4 is equal to മൈനസ് ക്യൂ ബൈ എന്ത് വരും ഡി സ്ക്വയർ വരും ആണോ. ദാറ്റ് ഈസ് ഇതങ്ങ് മുകളിൽ പോകും 4q ബൈ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ക്യൂ ബൈ ഡി സ്ക്വയർ. ഡി സ്ക്വയറും ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ക്യൂ ഇസ് ഈക്വൽ ടു മൈനസ് ക്യൂ ബൈ 4. നല്ല ക്വസ്റ്റ്യൻ ആണ്. പറയാൻ മനസ്സിലായോ. നമുക്ക് രണ്ട് ചാർജ് തന്നേക്കുന്നു ക്യൂ, ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ക്യാപിറ്റൽ ക്യൂവിന് വെക്കുന്നു അല്ലേ. അങ്ങനെ ആകുമ്പോൾ ക്യാപിറ്റൽ ക്യൂവിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചത് ആണോ. ക്യാപിറ്റൽ ക്യൂവിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചത്. സോ ദാറ്റ് ദ സിസ്റ്റം ടു ബി എന്തായിരിക്കണം ഇക്വിലിബ്രിയം ആയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ F1 ഈക്വൽ എന്തോ ഒരു ഫോർമുല 1 ബൈ 4 പൈ എപ്സിലോൺ 0 ക്യാപിറ്റൽ ക്യൂ ഇൻറ്റു ക്യൂ ബൈ എന്തോ വരും ഡി ബൈ ടു ദ ഹോൾ സ്ക്വയർ. F2 ഈക്വൽ എന്തോ വരും 1 ബൈ 4 പൈ എപ്സിലോൺ 0 ക്യൂ സ്ക്വയർ ബൈ എന്തോ വരും ഡി സ്ക്വയർ. ഫോർ ദ സിസ്റ്റം ടു ബി ഇൻ ഇക്വിലിബ്രിയം എന്തൊക്കെ ഈക്വൽ ആയിരിക്കണം F1 പ്ലസ് F2 ഇസ് ഈക്വൽ ടു 0. അങ്ങനെ ആവുമ്പോൾ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തിട്ട് 0 ആക്കുന്നു അല്ലേ. 1 ബൈ 4 പൈ എപ്സിലോൺ 0 1 ബൈ 4 പൈ എപ്സിലോൺ 0 ക്യാൻസൽ ആവും ആണോ. സോ അങ്ങനെ ആകുമ്പോൾ ഒരു ക്യാപിറ്റൽ ക്യൂ ബൈ ഡി സ്ക്വയർ ബൈ 4 ഇസ് ഈക്വൽ മൈനസ് ക്യൂ ബൈ ഡി സ്ക്വയർ. 4 അങ്ങ് മുകളിൽ പോവും, ഡി സ്ക്വയറും ക്യാൻസൽ ആവും. സോ ക്യാപിറ്റൽ ക്യൂ ഇസ് ഈക്വൽ എന്ത് വരും മൈനസ് ക്യൂ ബൈ എന്ത് വരും 4 വരും. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോക്കെ. Question number 3. 3 identical charges are fixed at the corners of an equilateral triangle. If the force between any two charges is F, then the net force on each will be. ഒരു equilateral triangle 3 ഐഡന്റിക്കൽ ചാർജ് വെക്കുന്നു Q Q Q. പറയാൻ മനസ്സിലായോ. If the force between any two charge ഇവനകത്ത് കൊടുക്കുന്ന ഫോഴ്സ് F ആണ്. അതേപോലെ ഇവനകത്ത് കൊടുക്കുന്ന ഫോഴ്സ് എന്ത് തന്നെ F ആണ് ആണോ അല്ലേ. then the net force on each will be. ഇതിനകത്ത് ആക്കിയ നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കണം. അന്നേരം നമുക്കറിയാം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോൾ ഇത് 60 ഡിഗ്രി, ഇത് 60 ഡിഗ്രി, ഇത് എത്ര ഡിഗ്രി 60 ഡിഗ്രി ആണേ. സോ അങ്ങനെ ആവുമ്പം നോക്കേ ഇത് എഫ് അല്ലേ മക്കളെ, നോക്കിക്കോണം ആണോ. ഇത് എത്ര ഡിഗ്രി വരും പറ. ഇത് ടോട്ടൽ 60 വരും, ഇത് 30 അല്ലേ ആണോ. അന്നേരമാകുമ്പോൾ ഇവിടെ എന്തോ വരും F cos 30 വരും. ഇങ്ങോട്ട് എന്താ ആക്ട് ചെയ്യും F sin 30 വരും ആണോ. അതേപോലെ ഇങ്ങോട്ട് കൊടുക്കുന്നു ആണോ. ഈ ആംഗിൾ 30 ഡിഗ്രിയാ. അങ്ങനെ ആകുമ്പോൾ ഇവിടെ എന്തോ വരും F cos 30 വരും. ഇവിടെ എന്തോ വരും F sin 30 വരും ആണേ. അങ്ങനെ ആകുമ്പോൾ ഇതിനകത്ത് ആക്ട് ചെയ്ത നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. F sin 30 ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണ്.
അങ്ങനെ അത് ക്യാൻസൽ ആയി പോകും. പിന്നെ എഫ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? എഫ് കോസ് 30 പ്ലസ് എഫ് കോസ് 30 ആണോ? ദാറ്റ് ഈസ് അന്നേരം എന്ത് വരും? എഫ് കോസ് 30 ദാറ്റ് ഈസ് എഫ് ഇൻറ്റു വാട്ട് ഈസ് കോസ് 30? √3/2 പ്ലസ് എഫ് ഇൻറ്റു കോസ് 30 ഈസ് √3/2 ദാറ്റ് ഈസ് എന്ത് വരും? 2f ഇൻറ്റു √3/2 ആണോ? 2 2 എന്ത് ചെയ്യും? ക്യാൻസൽ ആവും ആണോ? സോ ആൻസർ ഈസ് എന്ത് വരും? പറ. ആൻസർ ഈസ് √3f. സോ നല്ല ക്വസ്റ്റ്യൻ ആണ്. 3 ഐഡന്റിക്കൽ ചാർജ്. ഇങ്ങനെ ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന √3f ആണെങ്കിൽ ഇത് √3f തന്നെയായിരിക്കും. ഇതും എന്ത് തന്നെയായിരിക്കും? √3f ആണ്. 3 ഐഡന്റിക്കൽ ചാർജസ് ക്യാപിറ്റൽ Q ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ 3 സൈഡുകളിൽ വെക്കുന്നു ആണോ? നമ്മൾ ചോദിച്ചേക്കുന്നത് ഒരു ചാർജ് മറ്റൊരു ചാർജിനകത്ത്, അതായത് ഈ 2 ചാർജ് ഓരോ ചാർജിനകത്ത് ആക്ട് നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. എന്നാൽ ഞാൻ ഇത് ഇതിനകത്ത് കൊടുക്കുന്ന ഫോഴ്സ് എഫ് ആണെന്ന് പറയുന്നുണ്ട്. അതേപോലെ ഇത് എന്ത് തന്നെ എഫ് ആ. എന്നാൽ എഫ് എന്ന് പറയുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. നമുക്കറിയാം മൊത്തത്തിൽ 60 ആണ്. എന്നാൽ ഇത് 30 ആണ്. എന്നാൽ ഇവിടെ എന്ത് വരും? എഫ് കോസ് 30 വരും, ഇവിടെ എഫ് സൈൻ 30 വരും. അതേപോലെ ഇത് എടുക്കുവാണെങ്കിൽ ഇവിടെ എഫ് കോസ് 30 വരും, എഫ് സൈൻ 30 വരും. എഫ് സൈൻ 30 ഈക്വൽ ഓപ്പോസിറ്റ് ആണ്ട് ക്യാൻസൽ ആയി പോകും. പിന്നെ എഫ് പ്രൊഡ്യൂസ് ചെയ്ത് 4 പേര് 2 പേര് കാഞ്ഞു പോയി. പിന്നെ എത്ര പേരേ ഉള്ളു? 2 പേര്. ആരൊക്കെയാ? ഒരു എഫ് കോസ് 30 ഉണ്ട്, എഫ് കോസ് 30 ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? എഫ് കോസ് 30 പ്ലസ് എഫ് കോസ് 30 അതായത് എഫ് ഇൻറ്റു എന്ത് വരും? √3/2 പ്ലസ് √3f ഇൻറ്റു √3/2 ദാറ്റ് ഈസ് 2f ഇൻറ്റു √3/2 2 2 ക്യാൻസൽ ആയി പോവും. ദാറ്റ് ഈസ് ആൻസർ ഈസ് √3f. മനസ്സിലായല്ലോ? 4ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കേ. Three charges each of +4 microcoulomb are placed at the corners A, B, C and D of a square ABCD of side 1 meter. The electric field at the center of the square is. The electric field at the center of the square is. What is square? A, B, C, D ആണേ. ഇതിൽ 3 നമ്മൾ എന്ത് ചെയ്യുന്നു? ഐഡന്റിക്കൽ ആയിട്ടുള്ള ചാർജിന് വെക്കുന്നു. ഇത് Q, ഇത് Q, 4 ഇല്ല, ഇത് Q. 4 ഉണ്ടെങ്കിൽ ക്യാൻസൽ ആയി പോയെന്നെ. മനസ്സിലായോ? ആണോ? അങ്ങനെ ആവുമ്പോൾ ഇങ്ങോട്ട് നോക്കേ. ഈ പോയിന്റിൽ എയിലിരിക്കുന്ന Q ഒരു ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും ആണോ? നമുക്കറിയാം ഏതൊരു പോയിന്റിൽ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് വെക്കണം. അന്നേരം എയിലിരിക്കുന്ന Q പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. അതേപോലെ സിയിലിരിക്കുന്ന Q പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടാണ് ആണോ? ഇത് EA ആണ്, ഇത് EC ആണ് ആണോ? ഒന്ന് ആലോചിച്ച് നോക്കേ. രണ്ടും തുല്യ ദൂര അകലെയുമാണ്. അങ്ങനെ ആകുമ്പോൾ EAയും ECയും എന്ത് ചെയ്യപ്പെടും? എന്ത് ചെയ്യപ്പെടും? ക്യാൻസൽ ആവും ആണോ? അങ്ങനെ ആകുമ്പം EA ആൻഡ് EC ക്യാൻസൽ ആണോ? ഇത് പിന്നുള്ളത് ആരാ? ഈ സാധനമാണ്. മനസ്സിലായോ? അങ്ങനെ ആകുമ്പം EBEC എന്ത് വരും? ഫോർമുല 1/4πε0 Q/. ഞാൻ ഈ സൈഡ് D ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആണോ ഇത് എത്ര വരും എന്നറിയാവോ? മാക്സാ ആണോ? ഈ സൈഡ് എത്ര വരും? D/√2 ആണ്. സോ Q/, അത് ചെയ്ത് നോക്കിയാൽ മതി. D/ എന്ത് വരും? √2 ദ ഹോൾ സ്ക്വയർ വരും. ദാറ്റ് ഈസ് EBEC 1/4πε0 Q/, എന്ത് വരും? D²/2. ദാറ്റ് ഈസ് EBEC 1/4πε0 2Q/, എന്തോ വരും? D² ആണോ? ദാറ്റ് ഈസ് തന്നിട്ടുണ്ട്. ക്യൂവിന്റെ വാല്യൂ എത്ര? 4 മൈക്രോകൂളോം ആണ്. ദാറ്റ് ഈസ് EBEC 1/4π, ദാറ്റ് ഈസ് 9 × 10⁹ ഇൻറ്റു 2 ഇൻറ്റു ക്യൂവിന്റെ വാല്യൂ എത്ര മക്കളെ? 4 മൈക്രോകൂളോം അല്ലേ ആണോ? 4 × 10⁻⁻6 ബൈ D എത്ര സെന്റിമീറ്ററാ? 1 മീറ്റർ ബൈ എത്ര വരും? 1². ദാറ്റ് ഈസ് ഇതിന്റെ ആൻസർ 7.2
2 into 10⁴ ന്യൂട്ടൺ പെർ കൂളം. അതിൽ തന്നെ ഒരു പ്രശ്നമുണ്ട് അല്ലേ? നമുക്ക് ആ 7.2 into 10⁴ ന്യൂട്ടൺ പെർ കൂളം 2 ഓപ്ഷൻ ഉണ്ട്, 3 ഓപ്ഷൻ ഉണ്ട്. ടുവേർഡ്സ് ബി ഉണ്ട്, ടുവേർഡ്സ് ബി ഉണ്ട്, ടുവേർഡ്സ് സി ഉണ്ട്. ആണോ? ഇന്നലെ ആലോചിച്ച് നോക്കേ, ഇവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചാൽ ഇവനെ റിപ്പൽ ചെയ്യില്ലയോ? ആ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ആരെടുത്തോട്ടാ? ദാറ്റ് ഈസ് ടുവേർഡ്സ് ടി. സോ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, 3 ചാർജ് നമ്മൾ 3 ഐഡന്റിക്കൽ ചാർജ് കോണേഴ്സിൽ വെച്ചിരിക്കുന്നു. മനസ്സിലായി? ആ ഐഡന്റിക്കൽ ചാർജ് കോണേഴ്സിൽ വെച്ചിരിക്കുന്നു. മനസ്സിലായി? ആ സെന്ററിൽ എന്തുകൊണ്ട് പിടിക്കാനാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? ദ ഇലക്ട്രിക് ഫീൽഡ് സെന്റർ ഓഫ് ദ സ്ക്വയർ ഈസ്. എന്നാൽ ഈ അവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെക്കുന്നു. ഈ പ്ലസ് ക്യൂ അല്ലെ, ഈ ക്യൂ എന്ത് ചെയ്യും? 2 ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കും. ഇത് കൊടുക്കുന്നത് ഇ എ ആണെങ്കിൽ ഇവൻ കൊടുക്കുന്നത് ഇ സി ആണ്. 2 ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണ്. എന്നാൽ അത് 2 ക്യാൻസൽ ആയി പോയി. പിന്നെ ആര് മാത്രമേ ഉള്ളൂ? ഈ ക്യൂ മാത്രമേ ഉള്ളൂ. ഈ ക്യൂ കൊടുക്കുന്ന കണ്ടുപിടിക്കാൻ ഇത് ടോട്ടൽ ഞാൻ സൈഡ് ഡി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതെന്താ വരും? d/√2. ഇത് ഡി ആണ്, ഇത് ഡി ആണ്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ വരും. ആണോ? ഇതും എടുക്കുക, ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. എന്നാൽ ഇതെന്ന് പറഞ്ഞാൽ ഇതിന് എത്ര ആയിരിക്കും? പകുതി. ആണോ? സോ അങ്ങനെ ആകുമ്പോൾ ഇ ബി ഈക്വൽ എന്ത് വരും? 1/4πε0 d/√2 ദ ഹോൾ സ്ക്വയർ വരും. ദാറ്റ് ഈസ് ഡി സ്ക്വയർ ബൈ എന്ത് വരും? 2 വരും. ആ √2 ദ ഹോൾ സ്ക്വയർ 2 ആണ്. 2 അങ്ങ് മുകളിൽ പോകും. 2q/d സ്ക്വയർ വരും. നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ആൻസർ കണ്ടുപിടിക്കുന്നു അല്ലേ? ഇനി ഇവനെ റിപ്പൽ ചെയ്യുന്നുണ്ട്. ഫോഴ്സ് എങ്ങോട്ടാ? ഇലക്ട്രിക്കൽ എങ്ങോട്ടായിരിക്കും? ആരുടെത്തേക്കായിരിക്കും? ഡി അടുത്തായിരിക്കും. സോ എത്ര പ്രോബ്ലം ആയി? 4 പ്രോബ്ലം. സോ 5ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചോക്കെ. എ സർക്കുലർ വയർ ലൂപ്പ് ഓഫ് റേഡിയസ് എ ക്യാരീസ് എ ടോട്ടൽ ചാർജ് ക്യൂ. എ റേഡിയസ് ഉള്ള ഒരു വയർ, ഇത് ക്യാരി ചെയ്യുന്ന ടോട്ടൽ ചാർജ് ആണ് ക്യൂ. ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി ഓവർ ഇറ്റ്സ് ലെന്ത്. അതായത് ഈ മൊത്തത്തിലുള്ള ഇതിനകത്താണ് ക്യൂ ഉള്ളത്. എ സ്മോൾ ലെന്ത് ഡി എൽ. ഡി എൽ എന്ന് പറയുന്ന ഒരു ചെറിയ ലെന്തിന് ആണോ ഓഫ് ദ വയർ ഈസ് കട്ട് ഓഫ്. ഇതിനകത്തുനിന്ന് ഞാൻ ഡി എൽ എന്ന് പറയുന്ന ചെറിയൊരു ലെന്തിനെ കട്ട് ചെയ്യുന്നു. ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഡ്യൂ ടു the electric field at the center due to the remaining wire is. മനസ്സിലായോ? ആ റിമൈനിങ് വയർ മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കണം. മനസ്സിലായോ? ദാറ്റ് ഈസ് അങ്ങനെ ആവുമ്പോൾ നോക്കേ, ഈ ടോട്ടൽ റിങ്ങിനല്ലേ ക്യൂ ചാർജ് ഉള്ളത്? എ ആണ് റേഡിയസ് എങ്കിൽ 2πa സർക്കംഫറൻസ് ഉള്ള റിങ്ങിന് എത്ര ചാർജ് ഉണ്ട്? ക്യൂ ചാർജ് ഉണ്ട്. മനസ്സിലായോ? 2πa സർക്കംഫറൻസ് ഉള്ള റിങ്ങിന് എത്ര ചാർജ് ഉണ്ട്? ക്യൂ ചാർജ് ഉണ്ട്. ആണേ എങ്കിൽ 1 മീറ്റർ എത്ര ചാർജ് കാണും? 2πa സർക്കംഫറൻസ് പെരിമീറ്റർ ഉള്ള റിങ്ങിന് ക്യൂ ചാർജ് ഉണ്ട് എങ്കിൽ 1 മീറ്റർ എത്ര കാണും? ക്യൂ ബൈ എന്തോ വരും? 2πa വരും. ആണോ? എന്തോ വരും? ക്യൂ ബൈ 2πa. ഇതാണ് മനസ്സിലായോ ആരുടെ ചാർജ്? യൂണിറ്റ് ലെന്തിന്റെ അഥവാ 1 മീറ്ററിന്റെ ചാർജ് എന്തോ വരും? ക്യൂ ബൈ 2πa. അങ്ങനെ ആകുമ്പം ചാർജ് ഓഫ് സ്മോൾ ലെന്ത് dl ഞാൻ അതിനെ ക്യൂ ഡാഷ് എന്ന് എടുക്കുന്നു. ആണോ? എന്തോ ഒരു അന്നേരം പറ. ക്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു ആണോ? അന്നേരം ഡി എൽ ആണ് ലെന്ത് അല്ലെ? 1 മീറ്ററിന് ക്യൂ ബൈ 2πa ഇൻറ്റു അന്നേരം ഡി എൽ മീറ്ററിന് ഇൻറ്റു എന്തോ വരും? ഡി എൽ. അങ്ങനെ ആകുമ്പം ഇ ഡാഷ് ഈസ് ഈക്വൽ ഫോമിൽ എന്തോ വരും? 1/4πε0 ക്യൂ ഡാഷ് ബൈ ഇവിടെ തൊട്ട് ഇവിടെ ഡിസ്റ്റൻസ് എത്ര? എ ബൈ എന്തോ വരും? എ സ്ക്വയർ. ദാറ്റ് ഈസ് ഇ ഡാഷ് ഈസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ 2πa ഇൻറ്റു എന്തോ വരും മക്കളെ? ക്യൂ ബൈ 2πa ഇൻറ്റു 1/a സ്ക്വയർ വരും. ദാറ്റ് ഈസ് ഇ ഡാഷ് ഈസ് ഈക്വൽ ടു 1 ആണോ? എന്തോ ഒരു ആൻസർ? 4 into 2 ഈസ് 8 π സ്ക്വയർ
ആണോ? എപ്സിലോൺ 0 എ ഇൻറ്റു എ സ്ക്വയർ ഈസ് എ ക്യൂബ് ആണോ? മേളിൽ എന്താ വരും? അവിടെ ഡി എല്ലും കൂടി ഇല്ലേ? ക്യൂ ഡി എൽ. സോ ആൻസർ ഈസ് ക്യൂ ഡി എൽ ബൈ 8 പൈ സ്ക്വയർ എപ്സിലോൺ 0 എ ക്യൂബ്. സോ ചോദ്യം ഇതാണ്. നമ്മൾ എന്ത് ചെയ്യും? ഒരു വയർ എടുക്കുന്നു, എ ആണ് റേഡിയസ്, ക്യൂ ആണ് ചാർജ്, അത് ഡി എല്ലിൽ കട്ട് ചെയ്യുന്നു. അങ്ങനെ ആകുമ്പം ആലോചിച്ച് നോക്കുക, 2π എക്ക് എത്ര ചാർജ് ഉണ്ട്? ക്യൂ ചാർജ്. എങ്കിൽ 1 മീറ്ററിന് എത്ര ചാർജ് കാണും? ക്യൂ ബൈ 2π എ കാണും. സോ ചാർജ് ഓഫ് ദ സ്മോൾ ലെന്ത് ഡി എല്ലിന് 1 മീറ്ററിന് ക്യൂ ബൈ 2π എ ആണെങ്കിൽ ഡി എല്ലിന് എത്ര കാണും? ക്യൂ ബൈ 2π എ ഡി എൽ കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇ ഡാഷ് ഈസിക്കൽ ഫോമിൽ എന്ത് വരും? 1/4 പൈ എപ്സിലോൺ 0 ക്യൂ ഡാഷ് ബൈ എ സ്ക്വയർ വരും. ദാറ്റ് ഈസ് 1/4 പൈ എപ്സിലോൺ 0 ക്യൂ ഡാഷിന്റെ വാല്യൂ ക്യൂ ബൈ 2π എ ഇൻറ്റു എന്ത് വരും? ഡി എൽ ബൈ എന്തുകൊണ്ട് ഇനി ഇവിടെ എ സ്ക്വയർ ഉണ്ട്, അതും കൂടെ കൊടുത്ത് എ ഇൻറ്റു എ സ്ക്വയർ ഈസ് എന്ത് വരും? എ ക്യൂബ്. 4 into 2 is 8. Pi into pi is pi square. So answer is Q dl by 8 pi square epsilon 0 a cube. നല്ല ക്വസ്റ്റ്യൻ ആണ്. നീറ്റിനൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കെ. വായിക്കേ. A particle of mass m and the charge q is thrown at a speed u against a uniform electric field. The distance travelled by it before coming to rest is. A particle of mass m and the charge q is thrown at a speed u against a uniform electric field. The distance travel distance ആണ് കണ്ടുപിടിക്കേണ്ടത്. ആണോ? അങ്ങനെ ആവുമ്പോൾ നമുക്കറിയാം E ഈക്വൽ ഫോർമുല എന്തുവാ? F by Q അല്ലേ? അങ്ങനെ ആകുമ്പോൾ എഫ് ഈസിക്കൽ ഫോമിൽ എന്ത് വരും? ക്യൂ ഇ വരും. ബട്ട് ബേസിക് ഫോമിൽ എഫ് ഈസിക്കൽ എം എ അല്ലേ? അങ്ങനെ ആകുമ്പോൾ എം എ ഈസിക്കൽ എനിക്ക് എന്ത് എഴുതാം? ക്യൂ ഇ ഓർ എ ഈസിക്കൽ എന്ത് വരും? ക്യൂ ഇ ബൈ എം. ഇത്രയും മനസ്സിലായോ? എ ഈസിക്കൽ ഫോമിൽ എന്ത് വരും? ക്യൂ ഇ ബൈ എം വരും. ആണോ? നമുക്ക് എന്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്? പറ. ഡിസ്റ്റൻസ് ട്രാവൽഡ് എസ് കണ്ടുപിടിക്കണം. ഞാൻ പറയാം ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് എന്ത് വരും? 2as ആണോ? ഇനി ഫൈനൽ വെലോസിറ്റി v എന്താ? 0, കാരണം റെസ്റ്റ് ഇല്ല. അങ്ങനെ നമ്മൾ വരും 0 ഈസ് ഈക്വൽ ടു ആണോ യു സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ, ദാറ്റ് ഈസ് ക്യൂ ഇ ബൈ എം ഇൻറ്റു എന്ത് വരും? എസ്. പക്ഷേ ഞാനിവിടെ ഒരു നെഗറ്റീവ് സൈനും കൂടെ കൊടുക്കും. എന്തുകൊണ്ടാണെന്നറിയാവോ? ബിക്കോസ് ദാറ്റ് ചാർജ് ഈസ് ത്രോൺ അഗെയിൻസ്റ്റ് ദ ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്. അതായത് ആണോ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ സാധനം മൂവ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ ആക്സിലറേഷൻ റിട്ടാർഡേഷൻ ആണ്. സോ നെഗറ്റീവ് വരും. അങ്ങനെ ആകുമ്പോൾ 0 ഈസ് ഈക്വൽ എന്ത് വരും? യു സ്ക്വയർ മൈനസ് 2 ക്യൂ ഇ ബൈ എന്ത് വരും? എം ഇൻറ്റു എസ്. ദാറ്റ് ഈസ് 2 ക്യൂ ഇ ബൈ എം ഇൻറ്റു എസ് ഈസ് ഈക്വൽ എന്ത് വരും? യു സ്ക്വയർ ഓർ എസ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് അല്ല കണ്ടുപിടിക്കേണ്ടത് യു സ്ക്വയർ എം ആണോ? യു സ്ക്വയർ എം ബൈ എന്ത് വരും? 2 ക്യൂ ഇ. ഇമ്പോർട്ടൻറ്റ്. സോ ബേസിക് ഫോർമുല ഇ ഈസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ ആണ് ഓർ എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇ ആണ് അല്ലേ? അങ്ങനെ ആകുമ്പോൾ എന്ത് എഴുതാം? ബേസിക് ഫോർമുല എഫ് ഈസ് ഈക്വൽ ടു എം എ. അങ്ങനെ ആകുമ്പോൾ എം എ ഈസ് ഈക്വൽ ടു ക്യൂ ഇ ഓർ എ ഈസ് ഈക്വൽ ടു ക്യൂ ഇ ബൈ എം. ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. നമ്മൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു? ഇനി റെസ്റ്റ് വരുന്നതുകൊണ്ട് ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും മക്കളെ? 0. v 0 ആണ്. അങ്ങനെ ആകുമ്പോൾ 0 ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു അല്ലേ? ഞാനിവിടെ മൈനസ് സൈനൂടെ കൊടുത്ത് ജയിക്കുമോ? എന്തുകൊണ്ടാ? എങ്ങോട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്? അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണെങ്കിൽ അങ്ങോട്ടാണ് ഈ സാധനത്തിന് എറിയുന്നത്. അങ്ങനെ ആകുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. മൈനസ് ക്യൂ ഇ ബൈ എം ഇൻറ്റു എന്ത് വരും? എസ്. അങ്ങനെ ആകുമ്പോൾ അത് അപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് യു സ്ക്വയർ ഈസ് എന്ത് വരും? 2 ക്യൂ ഇ ബൈ എം ഇൻറ്റു എസ് വരും. ഓർ എസ് ഈസ് ഈക്വൽ യു സ്ക്വയർ എം ബൈ 2 ക്യൂ ഇ വരും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കെ. Moving on to next question. A deuteron and an alpha particle are placed in an electric field. The forces acting on them are F1 and F2 and their acceleration are A1 and A2 respectively. അല്ലേ? 4 ഓപ്ഷൻ അതിനുണ്ട്. F1 is equal to F2, F1 not is equal to F2, A1 is equal to A2, A1 not is equal to A2. Which of the following options is correct? ഏതൊക്കെയാ? 1 ഉം 2 ഉണ്ട്, 2 ഉം 3 ഉണ്ട്, 2 ഉം 4 ഉണ്ട്, 1 ഉം 4 ഉണ്ട്. ഇതാണ് കറക്റ്റ്
ഇപ്പൊ നീറ്റിന്റെ മോഡലൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഏതോ 2 എണ്ണം ശരിയാണ്. ആ 2 എണ്ണം ഏതൊക്കെയാണെന്ന് എടുത്ത് എഴുതണം. എന്നാൽ നമുക്ക് തന്നേക്കുന്നത് ഡ്യൂട്രോൺ ആണ്. ഡ്യൂട്രോണും ഉണ്ട്, മനസ്സിലായോ, ആൽഫ പാർട്ടിക്കിളും ഉണ്ട്. ആണോ? ഡ്യൂട്രോൺ ആണോ? ചാർജ് E ആണ്, മാസ് പ്രോട്ടോണിന്റെ ഡബിൾ 2m. ഇനി തന്നേക്കുന്നത് ആൽഫ പാർട്ടിക്കിൾ അല്ലേ? ചാർജ് ഡബിൾ ആണ്, മാസ് 4 ടൈംസ്. ഈ 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? ഡ്യൂട്രോൺ ആണെങ്കിൽ അല്ലേ ചാർജ് E ആണ്, മാസ് 2m ആണ്. ആൽഫ പാർട്ടിക്കിൾ ആണെങ്കിൽ ഇത് നമ്മൾ വേറെ പല ചാപ്റ്ററിനകത്ത് അപ്ലൈ ചെയ്യുന്ന സാധനം. മാഗ്നറ്റിസത്തിനകത്ത് അപ്ലൈ ചെയ്യാറുണ്ട്, റേഡിയോ ആക്ടിവിറ്റിക്കകത്ത് അപ്ലൈ ചെയ്യാറുണ്ട്. ആൽഫ പാർട്ടിക്കിൾ ആണെങ്കിൽ 4eയും 2eയും 4m ആണ്. ഇനി ചോദ്യം, they are placed in an electric field അല്ലേ? ഫോഴ്സ് ആക്ടിങ് ഓൺ ദം ആർ F1 ആൻഡ് F2 അല്ലേ? ആൻഡ് ആക്സലറേഷൻ ആർ A1 ആൻഡ് A2. അങ്ങനെ ആവുമ്പം F1 ഈസ് ഈക്വൽ ടു അല്ലേ Q1 ഇൻറ്റു E എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് F1 ഈസ് ഈക്വൽ ടു Q1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? പറ. E ഇൻറ്റു ക്യാപിറ്റൽ E അല്ലേ? F2 ഈസ് ഈക്വൽ ടു Q2 ഇൻറ്റു E കൊടുക്കാം. ദാറ്റ് ഈസ് 2E ഇൻറ്റു E ആണോ? അങ്ങനെ അപ്പൊ ഇതിൽ നിന്നും F1 F2 ഈക്വൽ ആണോ? അല്ല. F1 നോട്ട് ഈസ് ഈക്വൽ ടു F2 ആണോ? ഇനി ആക്സലറേഷൻ A ഈസ് ഈക്വൽ ഫോർമുല എന്തുവാ? പറ. F/m ആണോ? ദാറ്റ് ഈസ് A ഈസ് ഈക്വൽ F എന്ന് പറഞ്ഞാൽ എന്ത് വരും? പറ. QE ആണോ? ബേസിക് ഫോർമുല ഏതാണ്? QE ബൈ എന്ത് വരും? M. A1 നോക്കാം. A1 ഈസ് ഈക്വൽ ടു അല്ലേ Q1 E ബൈ എന്ത് വരും? M. ദാറ്റ് ഈസ് A1 ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് Q1? E ക്യാപിറ്റൽ E ബൈ നമുക്ക് ഇവിടെ M1 എന്ന് കൊടുക്കാം. M1 ഈസ് എന്ത് തന്നെ? 2m ആണേ. A2 ഈസ് ഈക്വൽ ടു എന്ത് വരും? Q2 E ബൈ എന്ത് വരും? M2. Q2 എന്താ മക്കളെ? 2E ബൈ 2E ഇൻറ്റു E ബൈ എന്ത് വരും? 4m വരും ആണോ? 2E ഇൻറ്റു E ബൈ എന്ത് വരും? 4m വരും ആണോ? 2 സോ എന്ത് വരും? E ബൈ 2m. ഇതെവിടെ ഞാൻ കണ്ടായിരുന്നോ? എവിടെ കണ്ട്? ഇതാണ്ട ആണോ? സോ A1ഉം A2ഉം ഈക്വൽ ആണ്. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇന്നലെ ഓപ്ഷൻസ് ഏതൊക്കെ വരും? F1 F2ഉം ഈക്വൽ അല്ല, പക്ഷേ A1ഉം A2ഉം ഈക്വൽ ആണ്. സോ ഓപ്ഷൻ ഈസ് F1 നോട്ട് ഈസ് ഈക്വൽ ടു F2 2, A1 ഈസ് ഈക്വൽ ടു A2 3. സോ ഓപ്ഷൻ ഈസ് ഏതൊക്കെ വരും? ഏതൊക്കെയാ? 2ഉം വരും, 3ഉം വരും. നല്ല ക്വസ്റ്റ്യൻ ആണ്. സോ ഡ്യൂട്രോൺ, അന്നേരം നമ്മൾ ഇത് അറിയണോ ചെയ്യണമെങ്കിൽ എന്താണ് ഡ്യൂട്രോൺ എന്നും എന്താണ് ആൽഫ പാർട്ടിക്കിൾ എന്നും അറിയണം. ഡ്യൂട്രോൺ എന്ന് പറഞ്ഞാൽ ചാർജ് പോസിറ്റീവ്, മനസ്സിലായോ, മാസ് പ്രോട്ടോണിന്റെ ഡബിൾ. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ചാർജ് ഡബിൾ ഹീലിയം ന്യൂക്ലിയസ് ആണ്. മനസ്സിലായോ? ആൽഫ പാർട്ടിക്കിൾ ചാർജ് ഡബിൾ ആണ്, മാസ് പ്രോട്ടോണിന്റെ 4 ടൈംസ് വരും. അങ്ങനെ ആകുമ്പോൾ F1 ഇസിക്കൽ Q1 എന്ന് കൊടുക്കാം, ദാറ്റ് ഈസ് E. F2 ഇസിക്കൽ Q2 എന്ന് കൊടുക്കാം, ദാറ്റ് ഈസ് 2E ഇൻറ്റു E വരും. സോ F1 F2 എന്തല്ല? ഈക്വൽ അല്ല. ഇനി A1 A2 കണ്ടുപിടിച്ചു. A1 ഇസിക്കൽ F ബൈ M, F ഇസിക്കൽ QE കൊടുത്തു. അങ്ങനെ A1 ഇസിക്കൽ എന്ത് വരും? Q1 E ബൈ M1, ദാറ്റ് ഈസ് E ബൈ എന്ത് വരും? 2.1. A2 ഇസിക്കൽ എന്ത് വരും? Q2 E ബൈ M2, ദാറ്റ് ഈസ് അവിടെ 2 വരും 4 വരും, ക്യാൻസൽ ആയി പോകും, ദാറ്റ് ഈസ് E ബൈ എന്ത് വരും? 2.1. സോ A1 ഇസിക്കൽ എന്ത് വരും? A2. സോ ഓപ്ഷൻ എന്തൊക്കെ വരും? പറ. 2ഉം 3ഉം. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കെ. 8ാമത്തെ ക്വസ്റ്റ്യൻ. 8th question. The number of free lines of force coming out of +1 coulomb of charge is equal to. മനസ്സിലായി? ഒരു +1 coulomb of charge ഉണ്ട്, അതിൽ നിന്ന് എത്ര ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പുറത്തു വരുന്നത് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഒന്ന് ആലോചിച്ച് നോക്കെ. The number of free lines of force coming out from +1 coulomb of charge. മക്കളെ, ഒരു ചാർജിൽ നിന്ന് എത്ര ഫീൽഡ് ലൈൻസ് ആണോ പുറത്ത് വരുന്നത് അത് നമ്മൾ പറഞ്ഞ പേരാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയും. ഓർക്കുന്നുണ്ടോ? എത്ര ഫീൽഡ് ലൈൻസ് ആണോ ആ പുറത്ത് വരുന്നത് അതാണ് ഫ്ലക്സ്. ഞാൻ അവിടെ ഒരു ഫോമുലയും പറഞ്ഞത്, ഫ്ലക്സ് കണ്ടുപിടിക്കുന്ന ഫോമുല φ =
1 by epsilon 0 into q ആണ്. That is phi is equal to 1 by 8.854 into 10 raised to 12 into q എന്ന് പറഞ്ഞാൽ എത്ര 1 കൂളം അല്ലേ 1. So answer is 1.11 into 10 raised to 11 ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ, പക്ഷെ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടും, കാരണം കാര്യങ്ങൾ കറക്റ്റ് കൺസെപ്റ്റ് അറിഞ്ഞുകൊണ്ട് ചെയ്തുകൂടാ. ഇപ്പോൾ മനസ്സിലായി ഫൈ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്ലക്സ് ആണ്. ഫൈ ഈസ് ഈക്വൽ 1 by epsilon 0 into q ആണ്. So that is phi is equal 1 by 8.854 into 10 raised to 12 ആണ്. That is 1.11 into 10 raised to 11. എന്നിട്ട് 9ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കേ. A point charge plus q is at a distance d by 2 from a square surface of side d and is directly above the center of the square. ഒരു സ്ക്വയർ, ഇതിന്റെ സൈഡ് d ആണ്, ഇതിന്റെ സെൻട്രൽ നിന്നും ഇങ്ങനെ d by 2 ഡിസ്റ്റൻസ് അകലെയായിട്ട് മനസ്സിലായോ ഒരു ചാർജ് ഇരിക്കുന്നു എങ്കിൽ ആ സ്ക്വയർ കൂടുള്ള ഫ്ലക്സ് കണ്ടുപിടിക്കണം. അന്നേരം നമ്മളിവിടെ ആക്ച്വലി ഇത് ഗോസസ് തിയറമാണ് അല്ലേ. ഗോസസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ ആലോചിച്ച് നോക്കേ, നമുക്ക് എന്തോ വേണം, ഒരു ക്ലോസ്ഡ് സർഫസ് വേണ്ടേ. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഗോഷ്യൻ സർഫസ് എന്ന് പറയും അല്ലേ. അന്നേരം ആ ഗോഷ്യൻ സർഫസ് ഈ ചാർജിനെ ഫുള്ളായിട്ട് എന്തോ ചെയ്യണം, കവർ ചെയ്യണം ആണോ. അന്നേരം ആലോചിക്കുക, ഇവിടാണ് ചാർജ് ഇരിക്കുന്നത്, ഈ ഡിസ്റ്റൻസ് ആണ് d by 2 ആണോ. അന്നേരം കവർ ചെയ്യണമെന്ന് പറഞ്ഞാൽ അടുത്ത സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരും, അടുത്ത സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരും, അടുത്ത സൈഡ് ഇവിടെ വരും. അന്നേരം 1 2 സ്ക്വയർ ഇവിടെ ഇരിക്കുന്നത് 2 3 4 പക്ഷെ അടഞ്ഞോ, ഇതൊരു ബോക്സ് അല്ലേ ആയുള്ളൂ. ഇനി ഏതൊക്കെ അടയാനുണ്ട്, ഇവിടെ അടയാനുണ്ട്. അന്നേരം മൊത്തം എത്ര സർഫസ് വരും, 1 2 3 4 5 6 4 6 6 സ്ക്വയർ ആണ്. അങ്ങനെ ഒരു സ്ക്വയർ ആണെങ്കിൽ അതെങ്ങനെ വരും ഒന്ന് ആലോചിച്ച് നോക്കേ. ആണോ, എന്തോ വരും, അതൊരു ക്യൂബാണ്. മനസ്സിലായോ, അതൊരു ക്യൂബാണ്. ഇവിടാണ് ഈ സാധനം ഇരിക്കുന്നത്. മനസ്സിലായി, ഇവിടാണ് ക്യൂ ഇരിക്കുന്നത്. നമ്മൾ ചോദിച്ചേക്കുന്ന ഈ സ്ക്വയർ ഇവിടെ, ഈ സ്ക്വയറിൽ കൂടുള്ള ഫ്ലക്സ് കണ്ടുപിടിക്കണം. ഈ ഫ്ലക്സ് ആക്ച്വലി എല്ലാ സർഫസിലോട്ടും പോകുന്നുണ്ട്. എത്ര സർഫസ് ഉണ്ട്, 6 സർഫസ് ഉണ്ട്. ഈ 6 സർഫസിലേക്കും ഫ്ലക്സ് പോകുന്നില്ലേ, പോകുന്നുണ്ടോ. എന്നാൽ ഈ സ്ക്വയറിൽ കൂടുള്ള പോകുന്ന ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ 6ൽ 1 മാത്രമാണ് ആണോ. മൊത്തത്തിൽ 6 സർഫസ് ഉണ്ട്, 6 അടുത്തോട്ടും ഫ്ലക്സ് പോകുന്നുണ്ട്. നമ്മൾ ചോദിച്ചേക്കുന്നത് എന്തുവാ, ഈ സ്ക്വയറിനകത്തുള്ള ഫ്ലക്സ് കണ്ടുപിടിക്കാനാണ് ആണോ. അക്കോർഡിംഗ് ടു ഗോസസ് തിയറം എന്തുവാ ഫോർമുല, phi is equal to 1 by epsilon 0 into q. പക്ഷേ ഈ സ്ക്വയർ എന്ന് പറയുന്നത് ക്യൂബിനകത്ത് 6ൽ 1 മാത്രമാണ്. അങ്ങനെ ആകുമ്പോൾ എന്തോരും 1 by 6 into 1 by epsilon 0 into q. So phi is q by 6 epsilon 0. കണ്ടോ. ഇനി തിരിച്ചാ ഇങ്ങനെ ഒരു കോൺ, ഒരു ക്വസ്റ്റ്യൻ, വേറെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഒരു കോൺ. ഇവിടാണ് ഒരു ഫ്ലക്സ്, ഒരു ചാർജ് ഇരിക്കുന്നതെങ്കിൽ ആ സർഫസിനകത്തുള്ള ഫ്ലക്സ് കണ്ടുപിടിക്കണം. എന്തായിരിക്കും സാധനം, ഓർത്തിരിക്കുക, അത് 0 ആയിരിക്കും. കാരണം സർഫസ് എന്തല്ല, ക്ലോസ്ഡ് അല്ല. ക്ലോസ്ഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഗോസസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സർഫസ് ക്ലോസ്ഡ് അല്ല, ആ മൗത്തിൽ ഇരിക്കുകയാണെങ്കിൽ അവിടുത്തെ ഫ്ലക്സ് എന്തായിരിക്കും, മൗത്തിലുള്ള ഫ്ലക്സ് എന്തായിരിക്കും, 0 ആയിരിക്കും. മനസ്സിലായോ, കാരണം ആ സർഫസ് എന്തല്ല, ക്ലോസ്ഡ് അല്ല. Then 10ാമത്തെ ചോദ്യം വായിച്ചു നോക്കേ. An insulated non-conducting sphere of radius r, ഇതൊരു സോളിഡ് സ്ഫിയർ ആണ്. മനസ്സിലായോ, non-conducting sphere of radius r has a charge density rho. The electric field at a distance small r from the center of the sphere, small r less than capital R. മനസ്സിലായോ, ഒരു സോളിഡ് സ്ഫിയർ, നിങ്ങൾ പഠിക്കാത്ത ഒരു ഫോർമുലയാണ് അല്ലേ. ഒരു സോളിഡ് സ്ഫിയർ, ക്യാപിറ്റൽ ആർ ആണ് റേഡിയസ്. ഞാനിവിടെ ഒരു പോയിന്റ് എടുക്കുന്നു, ഓഫ് റേഡിയസ് സ്മോൾ ആർ ആണെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു, ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്,
1/4 pi epsilon 0 ക്യാപിറ്റൽ Q. ഇതിന്റെ ചാർജ് ക്യാപിറ്റൽ Q ആണെങ്കിൽ ആണോ Q ഇൻറ്റു സ്മോൾ ആർ ബൈ ആർ ക്യൂബ് ആണ്. ഓർത്തിരിക്കുക, നമ്മൾ പഠിക്കാത്തൊരു ഫോമുലയാണ്. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ടു എ ചാർജ്ഡ് ഹോളോസ്ഫിയർ ഈസിക്കൽ ഫോമുല എന്താണ്? 1/4 pi epsilon 0 പറ ക്യാപിറ്റൽ Q ഇൻറ്റു ആർ ബൈ എന്തോ വരും? ആർ ക്യൂബ് വരും. ഇനി ഇങ്ങോട്ട് ഓക്കെ. ഇനി നമുക്കറിയാം വോളിയം ചാർജ് ഡെൻസിറ്റി റോ ഈസിക്കൽ ഫോമിൽ എന്താ പറയുക? ചാർജ് പെർ യൂണിറ്റ് വോളിയം ആണ്, Q ബൈ V ആണ്. ദാറ്റ് ഈസ് റോ ഈസ് ഈക്വൽ ടു Q ബൈ, ഒരു സ്ഫിയർ ആണെങ്കിൽ 4 pi ക്യാപിറ്റൽ ആർ ക്യൂബ് അല്ലേ മക്കളെ വോളിയം ആണോ? അതാണ് വോളിയം ചാർജ് ഡെൻസിറ്റി റോ. നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാ. അങ്ങനെ ആകുമ്പോൾ Q ഈസിക്കൽ എനിക്ക് എന്തോ എഴുതാം? റോ ഇൻറ്റു 4 pi ആർ ക്യൂബ് എന്ന് എഴുതാം. എന്തോ എഴുതാം? റോ ഇൻറ്റു 4 pi ആർ ക്യൂബ് എന്ന് എഴുതാം. അങ്ങനെ ആകുമ്പോൾ എന്തോ ഒരു ഫോമുല എന്തോ ഒരു ഈസ് ഈക്വൽ ടു പറ 1/4 pi epsilon 0 ക്യാപിറ്റൽ Qന് പകരം കൊടുക്കാം റോ ഇൻറ്റു 4 pi ക്യാപിറ്റൽ ആർ ക്യൂബ് ബൈ ആണോ ഇൻറ്റു എന്തോ വരും? പറ ഇൻറ്റു സ്മോൾ ആർ. നമ്മൾ ചോദിച്ചേക്കുന്നത് എന്ത് കണ്ടുപിടിക്കാനായിട്ടാ? ഈ എല്ലാം കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. ദാറ്റ് ഈസ് ഈസ് ഈക്വൽ ടു എന്താ ഒരു ഫോമുല? 4 പൈയും 4 പൈയും ക്യാൻസൽ ആവും, ആർ ക്യൂബും പോവും ആണോ? അങ്ങനെ ആവുമ്പോൾ എന്തോരും? ലാസ്റ്റ് ആൻസർ ഈസ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ അല്ലേ? എവിടെയോ there is a mistake there. തെറ്റിയത് മക്കളെ, ഒരു മിനിറ്റ്, സോറി കേട്ടോ. വോളിയം 4/3 pi ആർ ക്യൂബ് അല്ലേ? സ്ഫിയറിന്റെ വോളിയം 4 pi ആർ ക്യൂബ് അല്ല, 4/3 pi ആർ ക്യൂബ് ആണ് ആണോ? അങ്ങനെ ആകുമ്പോൾ എന്തോരും? പറ റോ ഇസ് ഈക്വൽ ടു 3 ക്യൂബ് ബൈ 4 pi ആർ ക്യൂബ് ആണോ? അങ്ങനെ ആകുമ്പോൾ Q ഇസ് ഈക്വൽ എന്തോ വരും? 4 pi ആർ ക്യൂബ് റോ ബൈ എന്തോ വരും? 3. സോറി കേട്ടോ, ഇവിടെ 4/3 4 pi ആർ ക്യൂബ് അല്ല, 4/3 pi ആർ ക്യൂബ് ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ എന്തോ വരും? ഈ ഈക്വൽ ടു ഫോമുല 1/4 pi epsilon 0 ക്യാപിറ്റൽ Qന് വരെ എന്ത് കൊടുക്കാം? 4 pi ആർ ക്യൂബ് റോ ബൈ 3 ആർ ക്യൂബ് ഇൻറ്റു സ്മോൾ ആർ. 4 പൈയും ക്യാൻസൽ ആവും, ആർ ക്യൂബും പോവും. ദാറ്റ് ഈസ് ഈ ഈക്വൽ ടു എന്തോ വരും? റോ ആർ ബൈ 3 epsilon 0. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലേ, റോ എന്ന് പറഞ്ഞാൽ Q ബൈ B ആണ്, B എന്ന് പറഞ്ഞാൽ 4 pi ആർ ക്യൂബ് അല്ല, 4/3 pi ആർ ക്യൂബ്. കാരണം സ്ഫിയറിന്റെ വോളിയത്തിന്റെ ഫോമുല എന്തുവാ? 4/3 pi ആർ ക്യൂബ് ആണ്. 3 അങ്ങ് മുകളിൽ പോവും. സോ റോ ഈസ് ഈക്വൽ എന്ത് വരും? 3 ക്യൂബ് ബൈ 4 pi ആർ ക്യൂബ് വരും. ദാറ്റ് ഈസ് 4 pi ആർ ക്യൂബ് റോ ബൈ 3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ആൻസർ കണ്ടുപിടിക്കുന്നു. നല്ല ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൂവിംഗ് ഓൺ ടു n ഡ്രോപ്സ് ഓഫ് സെയിം സൈസ് അല്ലേ? ക്വസ്റ്റ്യൻ വായിച്ചോക്കെ. n small drops of same size are charged to V volt each. If they combine to form a larger drop, its potential will be അല്ലേ? n കുഞ്ഞു ഡ്രോപ്പുകൾ ചാർജ് ചെയ്യുന്നു, ഓരോന്നിന്റെ പൊട്ടൻഷ്യൽ V ആണ്. അങ്ങനെ ആകുമ്പോൾ നമുക്കറിയാം V is equal to 1/4 pi epsilon 0 Q by R ആണ് ആണോ? അല്ലേ? ഒരു ഡ്രോപ്പിന്റെ പൊട്ടൻഷ്യൽ B ആണ് ആണോ? ഇഫ് ദേ കമ്പൈൻ ടു ഫോം ലാർജ് ഡ്രോപ്പ് ആണോ എങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. അങ്ങനെ ആവുമ്പം നമുക്കറിയാം ആണോ, ഒരു കുഞ്ഞു ഡ്രോപ്പിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ 4/3 pi സ്മോൾ ആർ ക്യൂബ് ആണ്. അങ്ങനെ ആകുമ്പോൾ n ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ n ഇൻറ്റു 4/3 pi ആർ ക്യൂബ് അല്ലേ? ഈ n ഡ്രോപ്സ് ചേർന്ന് ഒരു വലിയ ഡ്രോപ്പ് ആയിട്ട് മാറുക ആണോ? അങ്ങനെ വലിയ ഡ്രോപ്പിന്റെ വോളിയം ഞാൻ 4/3 pi ക്യാപിറ്റൽ ആർ ക്യൂബ് എന്ന് എടുക്കാതെ 4/3 പൈയും 4/3 പൈയും പോകും ആണോ? ദാറ്റ് ഈസ് അന്നേരം എന്ത് വരും? n ആണോ ഇൻറ്റു എന്ത് വരും? n ഇൻറ്റു ആർ ക്യൂബ് ഇസ് ഈക്വൽ എന്ത് വരും?
ക്യാപിറ്റൽ ആർ ക്യൂബ് വരും. ആണോ? അങ്ങനെ ആകുമ്പോൾ ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ എന്ത് വരും? ഇതിന്റെ ക്യൂബ് റൂട്ട്, ദാറ്റ് ഈസ് n റൈസ് ടു 1/3 ഇൻറ്റു എന്ത് വരും? ആർ. ആണോ? നമുക്ക് ഇതിന്റെ ക്യൂബ് റൂട്ട് എടുക്കണം. ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ എ ക്യൂബ് എന്ന് പറഞ്ഞാൽ a റൈസ് ടു 1/3 ആണ്. ആണോ? സോ അങ്ങനെ ആകുമ്പോൾ എന്ത് വരും? പറ. n റൈസ് ടു 1/3 ഇൻറ്റു എന്ത് വരും? സ്മോൾ ആർ വരും. ഇനി വി ഡാഷ് ഈസ് ഈക്വൽ ടു ന്യൂ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. ആണോ? 1/4πε0 n ഇൻറ്റു സ്മോൾ ക്യൂ. n ഒന്നിൻ്റെ ഇതാണ്. അങ്ങനെ ആകുമ്പോൾ n ആകുമ്പോൾ n ഇൻറ്റു സ്മോൾ ക്യൂ ബൈ എന്ത് വരും മക്കളെ? 6 വരും. ആണോ? ദാറ്റ് ഈസ് എന്നിന്റെ വാല്യൂ നമുക്കറിയാം എത്ര? 1/4πε0 അല്ലേ? n ഇൻറ്റു സ്മോൾ ക്യൂ ബൈ നമുക്ക് ആറിന്റെ വാല്യൂ കൊടുക്കാം. ദാറ്റ് ഈസ് n റൈസ് ടു 1/3 ഇൻറ്റു എന്ത് വരും? ആർ. ആണോ? ദാറ്റ് ഈസ് a റൈസ് ടു m ബൈ a റൈസ് ടു n എന്ത് വരും? a റൈസ് ടു m ബൈ a റൈസ് ടു n ഈസ് m മൈനസ് n. ആണോ? ദാറ്റ് ഈസ് അങ്ങനെ ആകുമ്പോൾ എന്ത് വരും? 1/4πε0 q ബൈ r ഇൻറ്റു n റൈസ് ടു 1 മൈനസ് 1/3. ദാറ്റ് ഈസ് 1/4πε0 q ബൈ r ഇൻറ്റു n റൈസ് ടു എന്ത് വരും? 2/3 വരും. വാട്ട് ഈസ് 1/4πε0 q ബൈ r? v ആണ്. ആണോ? അങ്ങനെ ആകുമ്പോൾ v ഡാഷ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ആണോ? n റൈസ് ടു 2/3 ഇൻറ്റു v. ആണത് ഗുഡ് ക്വസ്റ്റ്യൻ. നമുക്ക് n കുഞ്ഞു ഡ്രോപ്പുകൾ ഉണ്ടായിരുന്നു. ഓരോന്നിനെയും പൊട്ടൻഷ്യൽ v ആണ്. അതൊരു വലിയ ഡ്രോപ്പായിട്ട് മാറി എങ്കിൽ ആ വലിയ ഡ്രോപ്പിന്റെ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ ആകുമ്പോൾ ഒരു കുഞ്ഞു ഡ്രോപ്പിന്റെ പൊട്ടൻഷ്യൽ v യെ ഞാൻ 1/4πε0 q ബൈ r എന്ന് എടുത്തു. അങ്ങനെ ആകുമ്പോൾ n ഇൻറ്റു n കുഞ്ഞു ഡ്രോപ്പ് ചേർന്നതാണ് വലിയ ഡ്രോപ്പ്. അങ്ങനെ ആകുമ്പോൾ n ഇൻറ്റു ഇത്ര ഈസ് ഈക്വൽ ടു ഇതാണ്. ദാറ്റ് ഈസ് n r ക്യൂബ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ക്യൂബ് ആണ്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ എന്ത് വരും? n റൈസ് ടു 1/3 ഇൻറ്റു ആർ ആണ്. സോ v ഡാഷ് ഈസ് ഈക്വൽ 1/4πε0 n ക്യൂബ് ബൈ r ആണ്. ദാറ്റ് ഈസ് 1/4πε0 അല്ലേ? എന്ത് കൊടുക്കുന്നു? പറ. 1/4πε0 ആണോ? n ക്യൂബ് ബൈ, ഇവിടെ ഡാഷ് ഒന്നുമില്ലേ? n ക്യൂബ് ബൈ ആറിന് പകരം എന്ത് കൊടുക്കുന്നു? n റൈസ് ടു 1/3 ഇൻറ്റു ആർ കൊടുക്കുന്നു. ആണോ? a റൈസ് ടു m ബൈ a റൈസ് ടു n, a റൈസ് ടു m മൈനസ് n ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ആൻസർ കണ്ടുപിടിക്കുന്നു. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മൂവിങ് ഓൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോക്കെ. A solid sphere of radius r is charged uniformly. At what distance from its surface is the electric potential half of the potential at the center? മനസ്സിലായോ? ചോദ്യം ഇതാണ്. A solid sphere of radius r is charged uniformly. മനസ്സിലായോ? യൂണിഫോം ആയിട്ട് ചാർജ് ചെയ്യുന്നു. At what distance from its surface is the electric potential? ആണോ? half at its center. So potential due to a solid sphere v is equal to formula ആണ് 1/4πε0 3q by 2r ആണ്. പഠിക്കാത്തൊരു ഫോർമുലയാണ്. ഒരു സോളിഡ് സ്ഫിയറിന്റെ പൊട്ടൻഷ്യൽ 1/4πε0 3q by 2r ആണ്. മനസ്സിൽ വെച്ചേക്കണം. ഇത് ചോദിച്ചേക്കുന്നത് നമുക്കറിയാം സെൻട്രൽ ആണെങ്കിൽ v is equal to ഫോർമുല എന്തുവാ? പറ. ഇത് നമുക്ക് വേണമെങ്കിൽ v ഡാഷ് എന്ന് കൊടുക്കാം. v is equal to ഫോർമുല എന്തുവാ? 1/4πε0 q by r ആണ്. ആണോടെ? ഇനി പറയുന്നുണ്ട് എന്തെന്തോത്തിരിക്കൂല? പറ. v എന്ന് പറയുന്നത് ആണോ? v എന്ന് പറയുന്നത് സോറി, ഇത് സ്മോൾ ആർ എടുത്തില്ലേ? v എന്ന് പറയുന്നത് എന്തോത്തിരിക്കൂല? ഹാഫ് v ഡാഷ്. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. At what distance from its surface is the electric potential half of the potential at the center? പറയാൻ മനസ്സിലായോ? സെൻട്രലിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എത്ര? 1/4πε0 q by r. ഇതെന്ന് പറഞ്ഞാൽ ഏത് ഡിസ്റ്റൻസിൽ വെച്ചാണോ ഈ സാധനം ഇതിന്റെ ഹാഫ് ആവും. ദാറ്റ് ഈസ് v is equal to half v dash. ദാറ്റ് ഈസ് 1/4πε0 q by r is equal to half into 1/4πε0 3q by എന്തോ വരും?
2r വരും. ആണോ? നമുക്ക് എന്തോ കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്? സ്മോൾ ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ആണോ? ദാറ്റ് ഈസ് q by small r is equal to എന്ത് വരും? 3q by 4r വരും. ആണോ? ക്യൂവും ക്യൂവും ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് വാല്യൂ എന്ത് വരും? സ്മോൾ ആർ ഈസ് ഈക്വൽ റെസിപ്രോക്കൽ എടുക്കുക 4r by 3. പല ക്വസ്റ്റ്യൻസും നമ്മൾ ആദ്യമായിട്ട് അപ്രോച്ച് ചെയ്യുന്നതാണ്. സോ ഒരു സോളിഡ് സ്ഫിയർ എടുക്കുകയാണെങ്കിൽ ഓർത്തിരിക്കുക പൊട്ടൻഷ്യലിന്റെ ഫോർമുല. ഫസ്റ്റ് ആദ്യമായിട്ട് ചെയ്യുന്ന സാധനം അത് ബി ഡാഷ് ഈസ് ഈക്വൽ 1/4πε0 3q by 2r ആണ്. മനസ്സിലായി? ഒരു സോളിഡ് സ്ഫിയർ ആണെങ്കിൽ ഇനി ആർ ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ബേസിക് ഫോർമുല ബി ഈസ് ഈക്വൽ 1/4πε0 q by r ആണ്. ആണോ? അങ്ങനെ ആകുമ്പോൾ പറയുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാൽ അല്ലെ ഇതിന്റെ ഹാഫ് ആണ്. ദാറ്റ് ഈസ് v ഈസ് ഈക്വൽ ടു ഹാഫ് v ഡാഷ് വരും. ഇക്വേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് q by r ഈസ് ഈക്വൽ ടു 3q by 2r. സോ r ഈസ് ഈക്വൽ ടു 4r by 3. സാർ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കെ. 2 point charges are at distances a and b, a less than b on a wire having charge per unit length lambda. ഇങ്ങനെ ഒരു വയർ 2 point charge ഡിസ്റ്റൻസ് എയും ബിയും ആണ്. ആണോ? The potential difference between the points is proportional to അല്ലേ? ഇനി നമുക്കറിയാം അങ്ങനെ ആകുമ്പോൾ നോക്കേ ഇത് രണ്ടും ഒരേ ലൈനിലല്ലേ? ഇതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാ? ഒരേ ലൈനിലാണെങ്കിൽ ആംഗിൾ എത്ര ഡിഗ്രിയാ? 0 ഡിഗ്രി. ഇനി ഞാൻ നിങ്ങളെ ഇങ്ങനെ ഇക്വേഷൻ പഠിപ്പിച്ചു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് v2 മൈനസ് v1 ഇസ് ഈക്വൽ ടു, ഞാൻ ആദ്യം പറഞ്ഞു ലൈൻ ഇന്റഗ്രൽ ദാറ്റ് ഈസ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഇ വെക്ടർ ഡോട്ട് ഡി ആർ വെക്ടർ അല്ലേ? ആണോ? എവിടുന്ന് എവിടെ തൊട്ടാ? എ ടു ബി. ആണോ? ദാറ്റ് ഈസ് v2 മൈനസ് v1 ഇസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ ഓഫ് എ ടു ബി. ഇ ഡി ആർ എന്ത് വരും? കോസ് തീറ്റ വരും. ആണോ മക്കളെ? ഇ ഡി ആർ എന്ത് വരും? കോസ് തീറ്റ. ദാറ്റ് ഈസ് ഇവിടെ തീറ്റ എത്ര ഡിഗ്രി വരും? 0 ഡിഗ്രി. അങ്ങനെ ആകുമ്പോൾ v2 മൈനസ് v1 ഇസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ ഓഫ് എ ടു ബി ഇ ഡി ആർ കോസ് 0 വരും. വാട്ട് ഈസ് കോസ് 0? 1. ദാറ്റ് ഈസ് v2 മൈനസ് v1 ഇസ് ഈക്വൽ ടു മൈനസ് എ ടു ബി എന്ത് വരും? ഇ ഡി ആർ വരും. ഇനി ഇതൊരു ലൈൻ ചാർജ് അല്ലേ? ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ എന്നും പറഞ്ഞു. അങ്ങനെ ആകുമ്പോൾ ഇ ഈസ് ഈക്വൽ ഫോർമുല എന്തുവാ? പറ. ഇ ഈസ് ഈക്വൽ ഫോർമുല പറയടേ. ഇ ഈസ് ഈക്വൽ ടു 1/2πε0 ലാംഡ ബൈ ആർ ആണ്. ആണോ? അങ്ങനെ ആകുമ്പോൾ v2 ഈസ് മൈനസ് v1 ഈസ് ഈക്വൽ എന്തോ ഒരു ഫോർമുല മൈനസ് ഇന്റഗ്രൽ ഓഫ് എ ടു ബി ഈക്വൽ എനിക്ക് കൊടുക്കാം 1/2πε0 ലാംഡ ബൈ ആർ ഇൻറ്റു എന്ത് വരും? ഡി ആർ. ആണോ? ദാറ്റ് ഈസ് v2 മൈനസ് v1 ഈസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് ആണോ ലാംഡ ബൈ 2πε0 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് എ ടു ബി 1/r dr. ആണോ? വാട്ട് ഈസ് ഇന്റഗ്രൽ ഓഫ് 1/x dx? log x. ആണോ? അങ്ങനെ ആകുമ്പം v2 മൈനസ് v1 ഈസ് ഈക്വൽ എന്ത് വരും? മൈനസ് ലാംഡ ബൈ 2πε0 ഇൻറ്റു എന്ത് വരും? പറ. ലോഗ് ടു ദ ബേസ് ഇ അഥവാ നിങ്ങൾ എൽ എൻ എന്ന് എഴുതും. എൽ എൻ ഓഫ് ആർ ആണ്. വേർ ടു വെയർ? എ ടു ബി. ദാറ്റ് ഈസ് v2 മൈനസ് v1 ഈസ് ഈക്വൽ ടു മൈനസ് ലാംഡ ബൈ 2πε0 ഇൻറ്റു ആണോ അപ്പർ ലിമിറ്റ് എൽ എൻ ബി മൈനസ് എൽ എൻ എ. വാട്ട് ഈസ് ലോഗ് എ മൈനസ് ലോഗ് ബി? ലോഗ് എ ബൈ ബി. v2 മൈനസ് v1 ഈസ് ഈക്വൽ ടു മൈനസ് ലാംഡ ബൈ 2πε0 ഇൻറ്റു എന്ത് വരും? എൽ എൻ ഓഫ് ബി ബൈ എ. നമ്മൾ ചോദിച്ചേക്കുന്നത് എന്തുവാ അല്ലേ? ഈസ് പ്രൊപ്പോർഷണൽ ടു ആണോ? ആർക്ക് പ്രൊപ്പോർഷണൽ? അന്നേരം ലാംഡ കോൺസ്റ്റന്റ്. സോ ആൻസർ ഈസ് v2 മൈനസ് v1 പ്രൊപ്പോർഷണൽ ടു എൽ എൻ ഓഫ് എന്ത് വരും? ബി ബൈ എ. കാര്യങ്ങൾ അറിയാമെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. സോ നമ്മൾ എ എന്നും ബി എന്നും പറയുന്ന രണ്ട് പോയിന്റ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് v2 മൈനസ് v1 ഇസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് ഇന്റഗ്രൽ ഓഫ് എ ടു ബി ഇ വെക്ടർ ഡോട്ട് ഡി ആർ വെക്ടർ. ദാറ്റ് ഈസ് രണ്ട് ഒരേ ലൈൻ ആയതുകൊണ്ട് ഇ ഡി ആർ കോസ് തീറ്റ 0 കൊടുക്കുന്നു.
V2 minus V1 is equal to minus integral of A to B E dr cos 0 വരും. What is cos 0? 1 minus integral of A to B E dr വരും. ഈയുടെ വാല്യൂ നമുക്കറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. So V2 minus V1 is equal to minus integral of A to B 1 by 2 pi epsilon 0 lambda by r into എന്ത് വരും dr. That is minus lambda by 2 pi epsilon 0 into integral of A to B 1 by r dr വരും അല്ലേ. 1 by r dr എന്ന് പറഞ്ഞാൽ integral of 1 by x dx log x ആണ്. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ലിമിറ്റ് അപ്ലൈ ചെയ്തു, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എടുക്കുന്നു. ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബൈ ബി ആണ്. മൈനസ് ലാംഡ ബൈ 2 പൈ എപ്സിലോൺ 0 കോൺസ്റ്റന്റ് ആണ്. നമുക്ക് എന്ത് എഴുതാം? V2 മൈനസ് V1 പ്രൊപ്പോർഷണൽ ടു ln ഓഫ് ബി ബൈ എ. വ്യക്തമായിട്ട് മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കെ. The electric potential at a in a region is given by ano B is equal to another important question 6x minus 8xy square minus 8y plus 6yz ano minus 4x square ഇത്രയും വോൾട്ട് ആണ്. The electric force acting at a point on a charge 2 coulomb placed at the origin will be അല്ലേ. എക്സും വൈ സെഡ് അതിനുണ്ട്, അന്നേരം എക്സും വൈ സെഡ് അതിനുണ്ട്. ഒറിജിൻ ആകുമ്പോൾ എക്സും വൈ സെഡിന്റെ വാല്യൂ 0. അന്നേരം നമുക്ക് ഞാൻ നിങ്ങൾ ഇക്വേഷൻ പഠിപ്പിച്ചായിരുന്നു E is equal to minus dV by dr. നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ആണ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണോ? E is equal to minus dV by dr ആണ് ആണോ? അങ്ങനെ ആകുമ്പം എനിക്ക് ഇ എക്സ് ഈസിക്കൽ എനിക്ക് എന്ത് എഴുതാം? മൈനസ് ഡോ ബി എക്സ് ബൈ ഡോ എക്സ് എന്ന് എഴുതാം. കുഴപ്പമുണ്ടോ? ദാറ്റ് ഈസ് അന്നേരം എന്തോ വരും? മൈനസ് ഓഫ് ആണോ? ആക്ച്വലി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഡി ബൈ ഡി എക്സ് ഓഫ് 6x ഈസ് പറ 6 മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് 8x സ്ക്വയർ വൈ എക്സ് വൈ സ്ക്വയർ ഈസ് ഡി ബൈ ഡി എക്സ് ഈസ് 1 ആണ് മൈനസ് 8y സ്ക്വയർ. ഇത്ര അല്ലേ വരത്തുള്ളൂ മക്കളെ, അതിനകത്തൊന്നും ഇല്ല, ബാക്കിയില്ല. ഇനി ഒന്നും ഉണ്ടല്ലോ അല്ലേ. മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് 4x സ്ക്വയർ ഈസ് എന്ത് വരും? മൈനസ് 8x വരും. ഇനി അതേപോലെ ഇ ബൈ ഇ സികൾ എനിക്ക് എന്ത് എഴുതാം? മൈനസ് ഡോ വി ബൈ ഡോ വൈ എന്ന് എഴുതാം. ദാറ്റ് ഈസ് മൈനസ് ഓഫ് ഇത് ഇല്ല. ഇവിടെ 2 into y സോറി 2 into 8 16 മൈനസ് എന്ത് വരും? 16xy വരും ആണോ? അടുത്ത പിന്നെ എന്ത് വരുന്നത്? 8x സ്ക്വയർ വൈ ആയി മൈനസ് 8y. അങ്ങനെ ആകുമ്പോൾ എന്ത് വരും? മൈനസ് 8 വരും ആണോ? അടുത്തത് പ്ലസ് 6z വരും. മൈനസ് 16xy മൈനസ് 8 വരും പ്ലസ് 6z. ഇനി ഈ z എന്ത് വരും? മൈനസ് ഡോ ബി സെഡ് ബൈ പറ ഡോ ഇസഡ് ആണ്. ദാറ്റ് ഈസ് എന്ത് വരും? ഇതില്ല, ഇതില്ല, ഇതിലില്ല, ഇതിൽ മാത്രമുണ്ട്. എന്ത് വരും? 6y വരുമെന്ന് തോന്നുന്നു ആണോ? മൈനസ് ഓഫ് എന്ത് വരും? 6y. ഇത്രയും മനസ്സിലായേ? ഇനി അറ്റ് ഓറിജിൻ ആണെങ്കിൽ അല്ലേ 0 0 0 വരും. x 0 y 0 z 0. ഈ x എന്നിട്ട് എന്ത് വരും? പറ ഇത് 0 ഇത് 0. ഈ x ഈസികൾ മൈനസ് 6. ഈ y എന്ത് വരും? ഇത് 0 ഇത് 0 മൈനസ് 8 വരും ആണോ? ഈ z എന്ത് വരും? മൈനസ് 6y. ദാറ്റ് ഈസ് 0 വരും. വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ ഈ എക്സും ഈ വൈയും ഈ സെഡും കണ്ടുപിടിച്ചു, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇനി ഒറിജിൻ ആണെങ്കിൽ എക്സും വൈ സെഡും എന്തായിരിക്കും? 0. എന്നാൽ ഇവിടെ എക്സിന് 0 കൊടുത്തു, വൈക്കും 0 കൊടുത്തു. എന്നാൽ ഇവിടെ വൈയും ഇവിടെ എക്സ് ഉണ്ട്, ഇത് 0 ആയി പോകും. പിന്നെ ഇവിടെ മൈനസ് 6 ഉണ്ട്. ഇവിടെ ഇത് 0 ആവും, ഇത് 0 ആവും. ഇവിടെ ഉണ്ട് കോൺസ്റ്റന്റ് ഇവിടെ മാത്രമേ എടുത്തോളൂ ആണോ? അങ്ങനെ ഇനി നമ്മൾ ചോദിച്ചേക്കുന്നത് എന്തുവാ ആണോ? അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് വെക്ടർ ഫോം എങ്ങനെ എഴുതാം? സോ എക്സ് ഉള്ളത് മൈനസ് 6 ആണ്. അങ്ങനെ ആകുമ്പോൾ ഈ വെക്ടർ ഈസികൾ എന്ന് എഴുതാം? മൈനസ് 6 ഐ ക്യാപ്പ് മൈനസ് 8 ജെ ക്യാപ്പ് എന്ന് എഴുതാം. കാര്യം പറഞ്ഞാൽ മനസ്സിലായോ ആണോ? എക്സ് കമ്പോണന്റ് മൈനസ് 6 ആണ്, വൈ കമ്പോണന്റ് മൈനസ് 8 ആണ്. അന്നേരം വെക്ടർ ഫോം എഴുതുമ്പോൾ എന്ത് വരും? മൈനസ് 6 ഐ ക്യാപ്പ് എക്സ് ക്യാപ്പ് സോറി ഐ ക്യാപ്പ് പ്ലസ് അല്ലേ
ഒരു കാര്യം, ഇവിടെ പ്ലസ് 8 വരും. മൈനസ് ഓഫ് മൈനസ് 8 അല്ലേ വരുന്നത്? മൈനസ് ഓഫ് മൈനസ് 8 ഈസ് പ്ലസ് 8 ആണ്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ പ്ലസ് 8 ജെ ക്യാപ്പ് വരും. ആണോ? ഇനി നമ്മൾ ചോദിച്ചേക്കുന്നത് എന്തുവാ? ഫോഴ്സ് കണ്ടുപിടിക്കണം. അങ്ങനെ ആകുമ്പോൾ എഫ് വെക്ടർ ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു എന്തോ മക്കളെ ഇ വെക്ടറാ. ആണോ? എഫ് വെക്ടർ ഈസ് ഈക്വൽ എന്ത് വരും? ക്യൂ ഇൻറ്റു ഇ വെക്ടർ ആണ്. ചാർജ് 2 കൂളവാ. ആണോ? ഇൻറ്റു ഇ വെക്ടർ ഈസ് മൈനസ് 6 ഐ ക്യാപ്പ് പ്ലസ് 8 ജെ ക്യാപ്പ്. ദാറ്റ് ഈസ് എന്തോ ഒരു മൈനസ് 12 ഐ ക്യാപ്പ് പ്ലസ് 2 ഇൻറ്റു 8 ഈസ് 16 ജെ ക്യാപ്പ്. ഇത് എഫ് വെക്ടർ കിട്ടി. ഇനി എഫ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇതിന് എന്തെടുക്കണം? റൂട്ട് എടുക്കണം. ഓർമ്മയുണ്ടോ? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് മൈനസ് 12 ദ ഹോൾ സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് 16 സ്ക്വയർ. ആണോ? ദാറ്റ് ഈസ് എന്ത് വരും? ദാറ്റ് ഈസ് റൂട്ട് 144 പ്ലസ് എത്ര വരും? 756. ദാറ്റ് ഈസ് റൂട്ട് 400. ദാറ്റ് ഈസ് 20 ന്യൂട്ടൺ. വെരി 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 വെരി. കഴിഞ്ഞ പ്രാവശ്യത്തെ അനുമ്പടുത്ത പ്രാവശ്യത്തെ നീറ്റ് ക്വസ്റ്റ്യനാണ്. എന്നാലും നമ്മൾ അല്ലേ ബിയുടെ വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്വസ്റ്റ് ചെയ്താണ്. എന്ത് വന്നായിരുന്നു? ബി തന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ എന്നിട്ട് അതിനകത്ത് അല്ലേ ബി തന്നിട്ടുണ്ട്. നമ്മൾ ഇ എക്സും ഇ വൈ ഇ സെഡ് കണ്ടുപിടിച്ചു. അതിനകത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്തു. ആണോ? ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഒറിജിനൽ ആകുമ്പോൾ എക്സും വൈ സെഡ് എന്ത് കൊടുത്തു? 0 കൊടുത്തു. എന്നാൽ ഇ എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് 6 വരും. ഇ വൈ എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് മൈനസ് 8 ദാറ്റ് ഈസ് പ്ലസ് 8 വരും. ഇ സെഡ് എന്ത് വരും? 0 വരും. സോ ഇ എക്സ് അന്നേരം അല്ലേ അങ്ങനെ ആവുമല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തോ ചെയ്തു? പറ. therefore ഈ വെക്ടർ എഴുതി. ഈ വെക്ടർ ഈസിക്കൽ എന്തോ എഴുതി? മൈനസ് 6 ഐ ക്യാപ്പ് പ്ലസ് 8 ജെ ക്യാപ്പ്. സോ എഫ് വെക്ടർ ഈസിക്കൽ ക്യൂ ഇ ഇൻറ്റു ഇ വെക്ടർ ആണ്. ക്യൂ തന്നിട്ട് 2 കൂളം ഇൻറ്റു ഇ വെക്ടർ. സോ എഫ് കിട്ടി. ഇനി അതിന്റെ മുകളിൽ നമ്മൾ +1 ഫിസിക്സ് റൂട്ട് കണ്ടുപിടിക്കണം. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് മൈനസ് 12 ദ ഹോൾ സ്ക്വയർ പ്ലസ് 256 ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എന്താ വരും? 400. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കെ. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ കൺസെപ്റ്റ് ഭയങ്കര എളുപ്പമാണ്. 3 identical metal plates with large surface areas are kept parallel to each other as shown in the figure. അല്ലേ? നമുക്ക് ഫിഗർ തന്നിട്ടുണ്ട്. ക്യൂ ഉണ്ട്. ആണോ? ഇത് -2q ആണ്. The left and outermost plate is given a charge q. The right outermost a charge -q and the middle one remains neutral. നമുക്ക് തന്നെ ചാർജ് ഇല്ല. The charge appearing on the outer surface of the rightmost plate is. ആണോ? അതായത് ഇതാണ് റൈറ്റ് മോസ്റ്റ്. ഇവിടുത്തെ ചാർജ് എത്ര ആണെന്ന് കണ്ടുപിടിക്കണം. അതാണ് നമ്മളുടെ ചോദ്യം. മനസ്സിലായോ? സോ ഇതിന് ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. ആണോ? ഇങ്ങനെ വരുവാണെങ്കിൽ ചാർജ് ഓൺ ദ എക്സ്ട്രീം outermost plate is equal to provided this charge is neutral. ഇത് ന്യൂട്രൽ ആയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ ടോട്ടൽ ചാർജ് ബൈ 2 ആണ്. എന്താണ് ഫോർമുല? ടോട്ടൽ ചാർജ് ബൈ 2. വാട്ട് ഈസ് ടോട്ടൽ ചാർജ്? ക്യാപിറ്റൽ Q minus QQ by 2. So answer is minus QQ. Q minus 2Q is minus Q by 2. So ഇത് പഠിക്കാത്ത ഒരു മെത്തേഡ് ഫോർമുലയാണ്. ചാർജ് ഓൺ ദ എക്സ്ട്രീം ഔട്ടർ പ്ലേറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണെന്ന് പറഞ്ഞു? ടോട്ടൽ ചാർജ് ബൈ 2 ആണ്. ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ Q plus minus QQ. That is Q minus QQ by 2. So answer is minus Q by 2. Moving on to 16th question. Okay. If the distance between the plates of a parallel plate capacitor is halved and the dielectric constant is doubled, then the capacitance becomes C is equal നമുക്കറിയാം epsilon 0 A by D ആണ്. C dash is equal to അല്ലേ? ഇനി പറയുന്നുണ്ട് C is equal to എന്ത് വരുന്നു? ഡയലക്ട്രിക് വെക്കുവാണെങ്കിൽ C is equal എന്ത് വരും? K epsilon 0 A by എന്ത് വരും? D വരും. ഇനി പറയുന്നത് if the distance between the plates of a parallel plate capacitor is halved, that is D dash എന്ന് പറയുന്നത് D by 2 ആണ് and K dash എന്ന് പറയുന്നത് 2K ആക്കുന്നു. ഹാൻഡിൽ ഡബിൾ ചെയ്യുന്നു. അങ്ങനെ ആകുമ്പോൾ C dash is equal എന്ത് വരും? 2K epsilon 0 A by എന്ത് വരും? D by 2. ഈ 2 മുകളിൽ പോത്തില്ലേ മക്കളെ? അങ്ങനെ ആകുമ്പോൾ C dash is equal 2 into 2 is 4K epsilon 0 A by D വരും. ആണോ? വാട്ട് ഈസ് K epsilon 0 A by D?
വാട്ട് ഈസ് കെ എപ്സിലോൺ 0 എ ബൈ ഡി? എന്തുവാ? സി ആ. അങ്ങനെ ആകുമ്പോൾ സി ഡാഷ് ഈസിക്കൽ എന്ത് വരും? 4K. ആൻസർ എന്നാൽ എന്ത് വരും മക്കളെ? സി ഡാഷ് ഈസിക്കൽ ടു 4C വരും. കപ്പാസിറ്റൻസ് എന്നാൽ എത്ര ടൈംസ് ഇൻക്രീസ് ചെയ്യും? ഇൻക്രീസസ് 4 times. Then moving on to 17th question. The minimum number of 4 microfarad capacitor each required to obtain a capacitance of 10 microfarad. അല്ലേ? 10 മൈക്രോഫാരഡ് കിട്ടണം. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ആദ്യം പാരലൽ എടുത്ത് നോക്കാം. 2 എണ്ണം ആണെങ്കിൽ 8 വരും, 3 എണ്ണം ആണെങ്കിൽ 12 വരും. അന്നേരം അത് പറ്റത്തില്ലേ? ഞാൻ 3 എണ്ണം എടുത്ത് സീരീസ് വെക്കുന്നു, അല്ലെ പാരലൽ വെക്കുന്നു. ആണോ? പാരലൽ ആകുമ്പം C1 + C2 + C3 12 പറ്റത്തില്ല. സീരീസ് വെക്കുന്നു, അല്ലെ 1/C is equal to 1/C1 plus 1/4 plus 1/4, that is 1/C is equal to 3/4 വരും. So C is equal to 4/3, 1 point സംതിങ് വരും. അത് നടക്കത്തില്ല. അങ്ങനെ 3 എണ്ണം സീരീസും പറ്റത്തില്ല, 3 എണ്ണം പാരലും പറ്റത്തില്ല. നമ്മൾ ചോദിച്ചേക്കുന്നത് എന്തുവാ? നമുക്ക് കിട്ടുന്ന ആൻസർ പറഞ്ഞേക്കുന്നത് 10 മൈക്രോഫാരഡാണ്. പക്ഷെ നോക്കേ, ദാ ഇവിടെ നമുക്ക് 3 എണ്ണം നമ്മൾ സീരീസിൽ പാരലൽ വെച്ചപ്പോൾ നമുക്ക് 12 മൈക്രോഫാരഡ് കിട്ടി. മൂന്നെണ്ണം പാരലൽ വെച്ചപ്പോൾ നമുക്ക് 12 കിട്ടി. ആണോ? 2 എണ്ണം പാരലൽ വെക്കുവാണെങ്കിൽ 8 വലിയോ? ആണോ? അങ്ങനെ ഞാൻ ഈ 8നും 12 ഇടയ്ക്കല്ലേ 10 കിടക്കുന്നത്? ആണോ? അങ്ങനെ ആകുമ്പോൾ ഞാൻ ഇനി ഇതിനകത്ത് സീരി പാരലാക്കി വെക്കാൻ പറ്റത്തില്ല. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് ഞാൻ ഒരെണ്ണം സീരീസ് ആക്കി വെക്കുന്നു. ഞാൻ ദാ ഇവിടെ ഒരെണ്ണം കൂടെ വെക്കുന്നിരിക്കട്ടെ. ഇത് നമ്മളെ മണ്ട എവിടെ യൂസ് ചെയ്തേ പറ്റൂ, അല്ലാതെ ഇവിടെ അത് സാറന്മാരെന്നൊന്നും പറഞ്ഞു തരാൻ പറ്റത്തില്ല. ലോജിക്കാണ്. ഞാൻ അവിടെയും കൂടെ വെച്ചു. അന്നേരം ഇത് 4 ആണ്, ഇത് 4 ആണ്, ഇത് 4 ആണ്, ഇത് 4 ആണ്. ഇത് 2 സീരീസ് അല്ലേ മക്കളെ? അങ്ങനെ ആകുമ്പോൾ എന്ത് വരും? C dash is equal to 4 into 4 by 4 plus 4. ആണോ? 16/8 എത്ര വരും? 2 വരും. എന്നാൽ ഇത് രണ്ടും കൂടെ ചേർന്ന് എത്ര ആയി? 2 ആയി. ആണോ? ഇനി ഏതൊക്കെയുണ്ട് ആലോചിച്ചോക്കെ. ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. ആണോ? സോ C is equal എന്ത് വരും? 2 plus 4 plus 4, that is 10. സോ എത്ര കപ്പാസിറ്റർ വേണം അന്നേരം? എത്ര കപ്പാസിറ്റർ വേണം? 1, 2, 3, 4. സോ ടോട്ടൽ നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് ഈസ് എത്ര ആണ്? 4 ആണ്. മനസ്സിലായോ? ടോട്ടൽ നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് എത്ര ആണ്? 4 ആണ്. ആണോ? എത്ര കപ്പാസിറ്റർ വേണമെന്ന് പറഞ്ഞു? 4 കപ്പാസിറ്റർ വേണം. എത്ര കപ്പാസിറ്റർ വേണം? 4 കപ്പാസിറ്റർ വേണം. So, 12th question. Consider 3 capacitors of capacitance C1, C2 and C3. If C1, C2 and C3 are connected in parallel, the capacitance is എത്രയാണ്? 6 യൂണിറ്റ് ആണ്. C1 ഉം C2 ഉം C3 കൂടെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ എത്ര യൂണിറ്റ് ആണ്? 6. That is C1 plus C2 plus C3 is equal to 6 ആണ്. While C1 and C2 are in parallel, the equivalent capacitance is 5 യൂണിറ്റ് ആണ്. That is C2 plus C3 ആണ് എത്ര? 5. അങ്ങനെ ആകുമ്പോൾ ഇതിന് C1 എത്ര വരും? 6 minus 5, that is 1 ആണ്. If C1 into C2 into C3 is 6, then the capacitance are, that is C1 C2 C3 is equal to എത്രയാണ്? 6 ആണ്. ആണോ? എങ്കിൽ നമ്മൾ ചോദിച്ചേക്കുന്നത് എന്തുവാ? പറ. C1 ഉം C അല്ലേ? then the capacitances capacitance കണ്ടുപിടിക്കണം. ആണേ? അങ്ങനെ ആകുമ്പം C1 into C2 into C3, C1 വാല്യൂ അറിയാം എത്ര? 1 ആ. 1 into C2 into C3 എത്ര തന്നെ? 6 ആ. അങ്ങനെ ആകുമ്പോൾ C2 into C3 എത്ര തന്നെ വരും? 6 വരും. ആണേ? അങ്ങനെ ആകുമ്പോൾ എനിക്ക് C3 എന്ന് പറഞ്ഞാലേ ദാ ഇവിടുന്ന് 5 minus C2 എന്ന് എഴുതിക്കൂടെ? എഴുതാവോ? സോ അങ്ങനെ ആകുമ്പോൾ എന്ത് വരും? പറ. C2 into 5 minus C2 is equal to എന്ത് വരും? 6 വരും. ആണോ? That is എന്ത് വരും? 5C2 minus
C2 square is equal to 6 വരും. That is C2 square minus 5 C2 plus 6 is equal to 0. ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കേ അല്ലേ. സമ്മ് -5 പ്രോഡക്റ്റ് +6 -3 -2 അങ്ങനെ ആവുമ്പോൾ C2 -3 into C2 -2 is equal to 0. C2 is equal to 3 or C2 is equal to 2. C2 3 ആണെങ്കിൽ C3 എന്നാൽ എത്ര വരും? 2 അല്ലെങ്കിൽ C3 എത്ര വരും? 3. കാരണം രണ്ടും കൂടെ കൂട്ടി 5 കിട്ടണം. എന്നാൽ ഒന്ന് 3 ആണെങ്കിൽ മറ്റൊന്ന് 2, ഒന്ന് 2 ആണെങ്കിൽ മറ്റൊന്ന് 3. അങ്ങനെ ആവുമ്പോൾ therefore C1 is equal to 1 വരും, C2 is equal to 2 കൊടുക്കാം, C3 is equal to 3 കൊടുക്കാം. നല്ല ക്വസ്റ്റ്യൻ, കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി ചെയ്യുക. മൂന്നിനെയും കൂടെ സീരീസ് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ 6, രണ്ടെണ്ണത്തിന് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ 5. അങ്ങനെ 3 6 ആണെങ്കിൽ ഇവിടെ വെച്ച് തന്നെ പറയാം അല്ലെ. C1 കിട്ടാൻ എന്ത് ചെയ്യണം? 6 - 5 1. ഇനി പറയുന്നത് C1 into C2 into C3 എത്ര? 6. C1 ന്റെ കാര്യം അറിയാം 1 ആ. അങ്ങനെ 1 into C2 into C3 into 6 തന്നെ. അങ്ങനെ ആകുമ്പോൾ C2 into C3 എത്ര തന്നെ? 6 തന്നെ. അങ്ങനെ ആകുമ്പോൾ C3 ന്റെ വാല്യൂ നമുക്കറിയാം ഇവിടെ 5 - C2 എന്ന് എഴുതാം. അതിവിടെ എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ആണോ, മൾട്ടിപ്ലൈ ചെയ്തു, നമുക്കൊരു ഇക്വേഷൻ കിട്ടും ആണോ. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നു ആണോ. C2 is equal to 3 വരും, സമ്മ് -5 പ്രോഡക്റ്റ് 6 ആണോ. അന്നേരം എത്ര വരും? 3 വരും, 2 പേരിലെ തിരിച്ച്. സോ 1 വരും, 2 വരും, 3 വരും. Then next question. The total energy in a parallel plate condenser of parallel plate separation B and plate area of cross section such that the uniform electric field between the plates is E. Alle, the total energy stored in a parallel plate condenser of plate separation B and plate area of cross section such that the electric field between the plates is E. So നമുക്കറിയാം എനർജി U is equal to ഫോർമുല എന്ത് നോക്കളെ? half CV square ആണോ. ഇനി നമുക്ക് സിയുടെ ഫോർമുല അറിയാം എന്തുവാ? ε0 A/D ആണ് ആണോ. ഓൾസോ നമുക്കറിയാം E is equal to ഫോർമുല V/du അല്ലേ. അങ്ങനെ ആകുമ്പോൾ എന്തോരും? U is equal to half into ε0 A/D into എന്ത് വരും ആണോ. അന്നേരം ബിക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? ബിക്ക് വരെ നമുക്ക് ഇവിടെ ബി അല്ലേ, ബി സിക്ക് വന്നിട്ട് എന്ത് വരും? ഇ ഇൻറ്റു ഡി വരും. അങ്ങനെ ആകുമ്പോൾ എന്തൊരു ബിക്ക് വരും? ഇ ഇൻറ്റു ഡി സ്ക്വയർ കൊടുക്കാം. ദാറ്റ് ഈസ് യു ഇസ് ഈക്വൽ ടു ഹാഫ് ε0 A/D ഇൻറ്റു ഇ സ്ക്വയർ ഡി സ്ക്വയർ വരും ആണോ. ഇവിടെ ഡി അല്ലേ ഉള്ളു, ഒരു ഡിയും ഒരു ഡി എന്ത് ചെയ്യും? ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് യു ഇസ് ഈക്വൽ ടു പറ എന്തൊരു നേരം? ഹാഫ് ε0 A ആണോ എ ഇ സ്ക്വയർ ഇൻറ്റു എന്ത് വരും? ഡി. സോ ഒന്നും കൂടെ യു ഇസ് ഈക്വൽ ടു ഫോർമുല ഹാഫ് സി ബി സ്ക്വയർ, സി ഇസ് ഈക്വൽ ε0 A/D. അങ്ങനെ ആകുമ്പോൾ ഇ ഇസ് ഈക്വൽ ഫോർമുല എന്ത് വരും? നമുക്കറിയാം V/D ആണെങ്കിൽ ബി ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി ആ. ഇത് രണ്ടും കൂടെ ചേർന്ന് കൊണ്ടുവന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ആകുമ്പോൾ എന്ത് വരും? ഹാഫ് ഇൻറ്റു അല്ലേ കപ്പാസിറ്റൻസ് ε0 A/D ഇൻറ്റു ബിക്ക് വരെ എന്ത് കൊടുക്കാം? ഇ ഡി ദ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ε0 A/D ഇൻറ്റു എന്ത് വരും? ഇ സ്ക്വയർ ഡി സ്ക്വയർ വരും. സോൾവ് ചെയ്യുന്നു. സോ 24th ക്വസ്റ്റ്യൻ. സി ഇത് 2C ആണ്. 24 എന്ന മാർക്ക് ചെയ്തിരിക്കുന്നത് 24 2C ആണ്. സി 4C 2C. You have to find the effective capacitance between A and B. ഞാൻ ഈ പടത്തിന് ഒന്ന് റീഡ്രോ ചെയ്യുന്നു, നോക്കിക്കോണം. ദാ ഇവിടെ ഒരു സി ഉണ്ട് ആണോ, ഇവിടെ ഒരു 2C ഉണ്ട് ആണോ മക്കളെ. എന്നാൽ ഇവിടുന്ന് വരുന്ന ചാർജ് ഇവിടെ വെച്ച് സ്പ്ലിറ്റ് ആയി പോവേ. അങ്ങനെ ആകുമ്പോൾ ഇത് രണ്ട് സീരീസ് ആണോ പാരലാണോ? പാരലാണേ.
ആണോ? ഇത് സി ആണ്, ഇത് 2C ആണ്. ആണോ? അതേപോലെ വീണ്ടും ഇത് രണ്ടും എന്തായിരിക്കും? പാരലൽ, കാരണം ചാർജ് വ്യത്യാസമാണ്. ആണോ? ഇനി ആരുണ്ട്? ഈ ഒരു സി ഉണ്ട്. ഇതാണ് പടം. ഇത് 2C, ഇതെന്ത് വരും? 4C. കണ്ടോ? സോ ഇത് രണ്ടും പാരലൽ, അത് ഞാൻ ഇവിടെ വരച്ചു. വീണ്ടും ഇത് രണ്ടും പാരലൽ, അത് ഞാൻ ഇവിടെ വരച്ചു. ആണോ? ഇനി ഈ രണ്ട് സാധനങ്ങളും ഇവിടെ വരും. ഇവിടെ ഒരു സി ഉറപ്പുണ്ട്, ഈ ഒരു സി. ഇനി ഇതെന്ത് വരും? C1 = 3C വരും. C2 = എന്ത് വരും? 4C വരും. ആണോ? ഇനി ആ കിട്ടുന്ന ആൻസർ രണ്ടും കൂടെ എന്തോത്തില്ല, ഇത് 3C ആണ്, ഇത് 4C ആണ്. ആണോ? ഇനി എങ്ങനെ വരും? ആണോ? 3C 4C പിന്നെന്തുണ്ട്? That is so actually എങ്ങനെ വരും? ആണോ? ഇങ്ങനെ വരും. ഇനി ഇത് രണ്ടും എന്തോത്തിലായിരിക്കും? പറ. സീരീസിലായിരിക്കും. ആണേ? അങ്ങനെ ആകുമ്പോൾ എന്ത് വരും? ഈ 3Cയും ആണോ? ഇത് 4C അല്ല, 6C അല്ലേ? 2 + 4 അല്ലേ? ആണോ? ഈ 3Cയും ഈ 2Cയും എന്തോത്തിലായിരിക്കും? സീരീസ് ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ C C' എന്ത് വരും? 6 × 3 / 6 + 3 that is 18/9 എന്ത് വരും? 2C വരും. ആണോ? എന്നാൽ ഇവിടെ ഒരു 2C ഉണ്ട്. ആണോ? ഇനി ഇവിടെ എന്തുണ്ട്? ഒരു C ഉണ്ട്. ഇത് B ആണ്, ഇത് A ആണ്. ഇനി ഇത് രണ്ടും എന്തോത്തില്ല? പാരലൽ. സോ C = 2C + C. സോ ആൻസർ ഈസ് 3C. വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇത് രണ്ടും പാരലൽ, ഇത് രണ്ടും പാരലൽ. ആണോ? ആ കിട്ടുന്ന ആൻസർ രണ്ടും കൂടെ സീരീസ്. അതാണ് ഇവിടെ വരുന്നത് 3Cയും ഇതേതാ 6Cയും. ഇത് രണ്ട് സീരീസ്. ഇതാണ് B, ഇതാണ് A. ആണോ? ഇത് രണ്ടും സീരീസ്. ആൻസർ 2C കിട്ടും. ആ 2Cയും ഈ Cയും കൂടെ എന്തോത്തിലായിരിക്കും? പാരലൽ. സോ ആൻസർ ഈസ് 3C. So next question. A bullet of mass 2 gram, last question, is having a charge of 2 microcoulomb. Through what potential difference must be it accelerated starting from rest to acquire a speed of 10 meter/second? അങ്ങനെ നമുക്കറിയാം W = എന്തുവാ? ½ mv². ഇനി W = QB അല്ലേ മക്കളെ? = എന്ത് വരും? ½ m × എന്ത് വരും? v². That is B = എന്ത് വരും ഫോർമുല? mv²/2q. ആണോ? That is m 2 × 10⁻³ into 10² by 2 into charge എത്ര? 2 × 10⁻6. സോ ഇത് സോൾവ് ചെയ്ത് കിട്ടുന്ന ആൻസർ 5 × 10⁻4 വോൾട്ട് എന്ന് കിട്ടും. നമ്മളുടെ ഓപ്ഷൻ കിലോ വോൾട്ടിലായതുകൊണ്ട് ദാറ്റ് ഈസ് 50 കിലോ വോൾട്ട്. സോ W = ഫോർമുല എന്താണ്? ½ mv² ആണ്. ഇനി നമുക്കറിയാം മറ്റൊരു ഫോർമുല W = QB ആണ്. അങ്ങനെ നമ്മൾ QB = എന്ത് എഴുതാം? ½ mv². അതിന് ഇക്വേഷൻ എഴുതുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വാല്യൂ കണ്ടുപിടിക്കുന്നു. സോ നമ്മൾ 25 പ്രോബ്ലംസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള നിങ്ങൾ കുറച്ച് ടെക്സ്റ്റ് ഒക്കെ എടുത്തിട്ട് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാവും നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതും നമ്മൾ എൻട്രൻസ് പഠിക്കുന്നത് എൻ്റെ ഉള്ളിൽ വ്യത്യാസമാണ്. നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന ഒന്നുമല്ല നമ്മൾ എൻട്രൻസിലോട്ട് ചെല്ലുമ്പോൾ കാണുന്നത്. സോ നല്ലോണം ഈ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ വർക്കൗട്ട് ചെയ്യുക. അത്യാവശ്യം നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അല്ലാത്ത ഹൈ ലെവലും ഉണ്ട്. സോ ദാറ്റ്സ് ഫോർ ദ ഡേ. താങ്ക് യു.